വായിക്കാലോ അല്ലെങ്കിൽ മാജിക് കാണിക്കലോ ഒന്നും കുട്ടികളുടെ ലക്ഷ്യമല്ല, അതൊന്നും നമ്മൾ എയിം ചെയ്യുന്നുമില്ല. പക്ഷെ അത് സാധ്യമാണ്. ഇതിന്റെ മാസ്റ്റർ ആരാണ്? ഇപ്പോൾ അതാരാണ്? ഓക്കെ, താങ്കൾ ഈ ഭിത്തിക്ക് അപ്പുറം നിന്നിട്ട് ഇതിനപ്പുറം ഞാൻ ഒരു വസ്തു കാണിക്കാം, പറയാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ട് താങ്കൾ അത് ചെയ്യുന്നില്ല? ഞാൻ ഒരു കാര്യങ്ങളും പ്രദർശിപ്പിക്കാൻ ഒരു കാര്യമില്ല. ഞാനൊരു നല്ല പരിശ്രമത്തിലാണ്. ഞാൻ ശ്രമിക്കുന്നത് ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ്. വളർത്തിയെടുക്കുന്നതിനുമായി ലക്ഷ്യബോധമിട്ടുകൊണ്ടാണ് ഈ ഒരു സംരംഭം നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ഒറ്റവാക്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസിന് വേണ്ടി ആർമിയുടെ മുഖ്യ സാരഥി ശ്രീ കിഷോർലാൽ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞു, കിഷോർലാൽ. ബേസിക്കലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആയിരുന്നു പ്രൊഫഷൻ. കൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലും NLPയിലും ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ PhD ചെയ്യുന്നു. ബ്രെയിൻ സയൻസിലാണ് PhD തീസിസ് ചെയ്യുന്നത്. ബേസിക്കലി പറയാം, ഏതാണ്ട് 20 വർഷമായിട്ട് കോർപ്പറേറ്റ് രംഗത്ത് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. ദീപിക പത്രത്തിലും ഡെക്കാൻ ക്രോണിക്കലിലും ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് അനവധി കമ്പനികളുടെ കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് അനവധി കമ്പനികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അഭ പോലെ ഒരു ഇന്റർനാഷണൽ അക്കാഡമിയുടെ തുടക്കത്തിന് ബീജാപാപം ചെയ്യാനുള്ള എന്റെ കാരണം കൂടി ആദ്യം നിങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞു, പലപ്പോഴും 2 ദിവസത്തെ 3 ദിവസത്തെയൊക്കെയുള്ള കോർപ്പറേറ്റ് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ മിക്കവാറും പങ്കെടുക്കുന്ന അഡൽട്ടാണ്. അഡൽട്ട് പങ്കെടുക്കുകയും ഇതെല്ലാം കേൾക്കുകയും ആ 3 ദിവസം വളരെ നല്ല ചാർജൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയാം എന്നുള്ള മട്ടിലൊക്കെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോൾ ഇതൊക്കെ വീണ്ടും ശൂന്യമാകും. ബലൂണിന്റെ കാറ്റടിച്ചു വിട്ട അവസ്ഥയായിരുന്നു. അപ്പോഴാണ് നമ്മൾ കുട്ടികളിലേക്ക് ശ്രദ്ധിച്ചാൽ തീർച്ചയായും ലോങ് ടേം റിസൾട്ട് കിട്ടുമെന്ന തിരിച്ചറിവാണ് കുട്ടികളിലേക്ക് എത്തിക്കാൻ കാരണമായത്. അതിനു മുമ്പ് തൃപ്പൂണിത്തുറ ബേസ് ചെയ്തുള്ള ചൈൽഡ് പോലുള്ള പ്രസ്ഥാനങ്ങളിൽ കഴിഞ്ഞ 8ഓളം വർഷങ്ങളായി കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. കൂടാതെ ചില സ്കൂളുകളിലൊക്കെ ക്ഷണിതമായി ചെല്ലുകയും അവിടെയൊക്കെയുള്ള ട്രെയിനിങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കുട്ടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന തിരിച്ചറിവാണ് ഇതിൽ എന്നെ എത്തിച്ചത്. പിന്നീട് ഒരു അന്വേഷണം എന്നോണം ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് ലോകത്തിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഡെവലപ്മെന്റുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ശ്രമം തുടങ്ങി. അങ്ങനെ ഡോക്ടർ വിൻസെന്റ് ലിങ്, പെനാങ്ങിലുള്ള ഡോക്ടർ വിൻസെന്റ് ലിങ്, അദ്ദേഹം UN അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളാണ്. ഡോക്ടർ വിൻസെന്റ് GRC എന്ന പുസ്തകത്തിലൂടെ മിഡ്ബ്രെയിൻ ആക്ടിവേഷൻ കോഴ്സുകളെ കുറിച്ച് 2002 അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നെത്തുകയും അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും ഈ കോഴ്സിന്റെ ബേസിക്സ് ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഇന്ത്യയിൽ വന്ന് നമ്മളുടെ ആക്ഷൻ മാസ്റ്റേഴ്സ് പറഞ്ഞു വെച്ചിട്ടുള്ള, കാരണം എനിക്ക് യോഗയിൽ ഏതാണ്ട് 27 വർഷത്തെ പരിശീലനമുണ്ട്. അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന്റെ കരിക്കുലത്തെ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ബ്രെയിൻ എംപവർമെന്റിന്റെ ഏറ്റവും ബേസായി ഞങ്ങൾ അവലംബിക്കുന്ന മാർഗം യോഗയും മെഡിറ്റേഷനുമാണ്. ഇതിലൂടെ ഈ കാര്യങ്ങളിലേക്ക് തീർച്ചയായും കുട്ടികളെ എത്തിക്കാൻ സാധിക്കും. ഇന്ന് ഞങ്ങളുടെ കുട്ടികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികൾ ഇത് ചെയ്യുന്ന സമയത്ത് ദയവ് ചെയ്ത് നിശബ്ദമായിരിക്കണം. കാരണം ബഹളം വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു കോൺസെൻട്രേഷൻ വേണ്ടതുകൊണ്ടാണ്. പലപ്പോഴും വെല്ലുവിളികളും ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ കാണുന്ന രസകരമായ ഒരു കാര്യം, അവിടെ കുറെ പേര് നിന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയും കുട്ടികളെ പേടിപ്പിക്കുന്നതും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ദയവ് ചെയ്ത് ചെയ്യരുത്. മറിച്ച് നിങ്ങൾക്ക് കുട്ടികൾ കണ്ണു കെട്ടുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ആഭ ഇന്റർനാഷണൽ അക്കാഡമി കണ്ണു കെട്ടി വായിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. മറിച്ച് പഠന വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ സഹായിക്കുന്ന പരിശീലന പദ്ധതി മാത്രമാണിത്. കണ്ണുകെട്ടി വായിക്കുന്നത് എന്തിനെന്ന് കൂടെ നിങ്ങൾ അറിയുക. അവരുടെ ഫോക്കസും കോൺസെൻട്രേഷനും കൂടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കണ്ണുകെട്ടി വായിക്കാലോ അല്ലെങ്കിൽ മാജിക് കാണിക്കലോ ഒന്നും കുട്ടികളുടെ ലക്ഷ്യമല്ല, അതൊന്നും നമ്മൾ എയിം ചെയ്യുന്നുമില്ല. പക്ഷെ അത് സാധ്യമാണ്. സാധിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾക്ക് കാണാം. ഇനി
അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്ക് അതെല്ലാം പരിശോധിക്കാവുന്നതാണ്. മാത്രവുമല്ല, ആഭ ഇന്റർനാഷണൽ അക്കാഡമി ഒരു ചലഞ്ചുകളുടെയും ഇതിനെ ഒന്നും സ്വീകരിക്കുകയല്ല ചെയ്തത്. മറിച്ച് ഇതിനെ ഒരു സയൻസായി കണ്ടിട്ട് ഇവിടുത്തെ ശാസ്ത്ര ലോകത്തോടും അക്കാദമികളോടും ന്യൂറോ സർജൻസിനോടും ഏതൊരു പാനലിന്റെയും മുമ്പിൽ ഇന്നലെ ഞാൻ ആഭ്യന്തരമന്ത്രിക്കും നമ്മുടെ DGPക്കും ഈ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പോലീസ് സേനയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ടും ജുവനൈൽ ഹോമിലുള്ള കുട്ടികൾക്ക് ഈ കോഴ്സിലൂടെ അവരുടെ ക്രിമിനൽ തോട്ട് പ്രോസസ്സിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഞാൻ ഒരു കാര്യം കൂടെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെയുള്ള ന്യൂറോ സർജൻസിന്റെയും ബ്രെയിൻ സയന്റിസ്റ്റുകളുടെയും ഏത് പാനലിന്റെ മുമ്പിലും ഇതെല്ലാം ചെയ്യാൻ സാധിക്കും. EEG പോലെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇതിന്റെ വ്യത്യാസങ്ങൾ അൾട്ടർനേറ്റ് വിഷനിൽ വരുമ്പോഴുണ്ടാകുന്ന വ്യത്യാസങ്ങളെ അനാലിസിസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. കാരണം ഇതൊരു മാജിക് അല്ല. പലപ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം ഒന്നുകിൽ ഇതിനെ മാജിക് എന്ന് വിളിക്കും, അപ്പൊ അതൊരു ട്രിക്കാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഒരു പരീക്ഷണവും നടത്താൻ പറ്റാത്ത ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം പറയാവുന്ന ഒരു വാക്ക് ഒരു തട്ടിപ്പ്, ഒരു പുതിയ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുന്നതാണ്. എനിക്ക് പത്രപ്രവർത്തക സുഹൃത്തുക്കളോട് പറയാനുള്ള ഏക കാര്യം, ഇതിൽ കൂടുതൽ അറിയാൻ ഒരുപാട് സൈറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് അറിയാം. കൂടാതെ ബാക്കി കാര്യങ്ങൾ ഡോക്ടർ സാജൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നീട് വരുന്ന ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ഇത് ഏതൊക്കെ അവരൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് പലരും എൻ്റെ അടുത്തേക്ക് കുട്ടികളുമായിട്ട് വന്നത്. പല സ്ഥലങ്ങളിലും റിസർച്ച് നടത്തിയതിനു ശേഷം തന്നെയാണ് വന്നത്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രാക്ടിക്കലി സാധ്യമാണ്. ഇത് ഇവിടെ ഞാൻ ഇന്ന് തെളിയിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഒരു സയൻസ് റിവീൽ ചെയ്യുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, മറിച്ച് ഒരു വെല്ലുവിളി സ്വീകരിക്കുകയല്ല. ആരോടും വെല്ലുവിളികൾ ആഭ ഇന്റർനാഷണൽ അക്കാദമിക്ക് ഇല്ല. ഞങ്ങളുടെ മിഷൻ അതൊന്നും അല്ലതാണ്. കുട്ടികൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുക, അവരുടെ അബ്സോർബിംഗ് കപ്പാസിറ്റി കൂടുക, അവരുടെ മെമ്മറി കപ്പാസിറ്റി കൂടുക, അതിലൊക്കെ ഉപരി നല്ല ചിന്താശീലം വളർത്തിയെടുക്കുക. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ബ്രെയിനിൽ മാറ്റം വരുത്തിക്കൊണ്ട് റൂട്ട് ലെവലിൽ ബ്രെയിനിൽ മാറ്റം വരുത്താനായാൽ ഈ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. 10 വർഷം നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ച് നടക്കാത്ത ഒരു കാര്യം ബ്രെയിനിൽ മാറ്റം വരുത്താൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. കാരണം അത് റൂട്ട് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആയതുകൊണ്ടാണ്. നമുക്ക് ഈ സെഷന് ശേഷം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരാൻ ഞാൻ തയ്യാറാണ്. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കയറാം. അതോടൊപ്പം ഇതിന്റെ എല്ലാ ചോദ്യങ്ങളും, നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത കാര്യപരിപാടിയിലേക്ക് കയറാം. ബ്രെയിൻ എംപവർമെന്റ് പ്രോഗ്രാമിന്റെ സയൻസ് വിശദീകരിക്കുന്നതിനായിട്ട് ഡോക്ടർ കെ സാജൻ അവരുടെ സാദരം ക്ഷണിച്ചു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ആഭ ഇന്റർനാഷണൽ അക്കാഡമിയുടെ ഒരു പേഴ്സൺ എന്ന രീതിയിൽ അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. എൻ്റെ കുട്ടി ആഭ ഇന്റർനാഷണൽ അക്കാഡമിയുടെ ഒരു സെന്റർ കോഴ്സിന് ചേരാനിടയായി. കോഴ്സിന് ചേരാൻ ഇടയായ സാഹചര്യം അവരുടെ ഒരു സെമിനാറിനെ കുറിച്ച് അവിടുത്തെ സെന്റർ ഡയറക്ടർ ഡോക്ടർ വഴി എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുകയും വൈഫ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആ സെമിനാറിൽ കുട്ടികൾ കണ്ണുകെട്ടി വായിച്ചു. ഇതായിരുന്നു അതിലെ ഒരു പ്രധാന ആകർഷണം. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന കൂടിയും ഇതിൻ്റെ ഭാഗമാണ്. എൻ്റെ ബേസിക് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രിയിലാണ് എൻ്റെ PhD. ഇത് ചെയ്യുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്നറിയുമ്പോൾ ഏതൊരാളെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത, യുക്തിക്ക് നിരക്കാത്ത, ഇല്ലോജിക്കലായിട്ടുള്ളൊരു ആക്ടിവിറ്റി, ഇറ്റ് മേ ബി എ ട്രിക്ക് ഓർ മാജിക്, അത് തന്നെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയം. ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് മതി കോഴ്സിൽ ചേരുന്നത് എന്നാണ് തീരുമാനിച്ചിരുന്നെങ്കിലും എൻ്റെ മകളെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവൾ എന്നെ പറ്റിക്കില്ല, അവൾക്ക് ഈ എബിലിറ്റി കിട്ടുന്നുണ്ടോ നോക്കാം, എന്നിട്ട് മതി പരീക്ഷണം പഠനം എന്ന് തീരുമാനിച്ച് മകളെ കോഴ്സിന് വിടുകയും കോഴ്സ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൾ ബ്ലൈൻഡ് ഫോൾട്ട് ഉപയോഗിച്ചുകൊണ്ട്, കണ്ണടച്ച് കെട്ടിക്കൊണ്ട് കളറുകൾ പറയുകയും ചെയ്തു. സാറ് പറഞ്ഞ പോലെ ഇതിൽ മറ്റ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഫോക്കസ് അതിലായിരുന്നു.
കാരണം എല്ലാവരെയും പോലെ, പൊതുജനങ്ങളുടെ എല്ലാവരെയും പോലെ ഞാനും വളരെ ക്യൂരിയസ് ആണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നറിയാം. മകൾ തന്നെ പറ്റിക്കുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ ഇതിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡീസ് മുന്നേ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണം ഞാൻ നടത്തി. കാരണം അത് എൻ്റെ വിഷയമാണ്, ബയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ വളരെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ, കേരള സ്റ്റേറ്റ് സിലബസ് എഴുതുന്ന 2ാമത്തെ ചാപ്റ്റർ ഏതാണ്ട് 80% വിഷനെ കുറിച്ചാണ് പറയുന്നത്. കണ്ണിലൂടെ കാഴ്ച കിട്ടുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ആ ചാപ്റ്റർ തയ്യാറാക്കാനുണ്ടായിരുന്ന ഒരു ടീമിൽ ഞാനും അംഗമായിരുന്നു. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. കണ്ണിലൂടെ അല്ലാതെ ഒരു വിഷൻ പോസിബിൾ അല്ല എന്ന് ആ ചാപ്റ്റർ വായിക്കുന്ന ആർക്കും മനസ്സിലാവും. കണ്ണിലെ റെറ്റിനയിലാണ് റോഡ് സെൽസും കോൺ സെൽസും ഉള്ളത്, ലൈറ്റ് ഡിറ്റക്ടിങ് സെൽസ് ഉള്ളത്. പ്രകാശം അതിൽ പതിക്കണം ലെൻസ് വഴി, എങ്കിൽ മാത്രമേ വിഷൻ പോസിബിൾ ആവും. മിക്കവാറും എല്ലാ സയൻസ് ബുക്കുകളിലും ഇത് തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഡിഗ്രിക്ക് PGക്കൊക്കെ പഠിക്കുമ്പോൾ അതിനപ്പുറമുള്ള സ്റ്റഡീസ്. പിന്നെ എങ്ങനെ ഒരു വിഷൻ, ആൾട്ടർനേറ്റീവ് വിഷൻ പോസിബിൾ ആവുന്നു എന്നതിൽ തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. പക്ഷെ അതിനു മുന്നേ ആഭ ഇന്റർനാഷണൽ അക്കാഡമി ഇപ്പോൾ ചെയ്യുന്ന മറ്റ് എബിലിറ്റീസ്, നോളജ് ഇൻക്രീസ് ചെയ്യാൻ, കോംപ്രിഹെൻഷൻ ഇൻക്രീസ് ചെയ്യാൻ, മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ആൾട്ടർനേറ്റീവ് വിഷൻ്റെ സയൻസിലേക്ക് വരാം. ആഭ ഇന്റർനാഷണൽ അക്കാഡമിയുടെ ആക്ടിവിറ്റീസ് എൻ്റെ മകളോട് തന്നെ ചോദിച്ച് ഞാൻ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുള്ള, അവരുടെ സിലബസ് എടുത്ത് വെച്ച് പഠിച്ചിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ കൃത്യമായി കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ബ്രെയിനിൻ്റെ 25% നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 75% അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 75% നമ്മുടെ ബ്രെയിനിൻ്റെ എബിലിറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നു. അത്രയധികം മില്യൺസ് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിലുണ്ട്. ആ ബ്രെയിനിൻ്റെ എല്ലാ എബിലിറ്റീസും യൂസ് ചെയ്യുന്നില്ല എന്നതിൽ നിന്ന് തന്നെയാണ് ഇവരുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ശീലങ്ങൾ കൊണ്ട്, ജനിച്ച മുതൽ അന്ന് മുതൽ ഇതുവരെയുള്ള ശീലങ്ങൾ കൊണ്ട് നമ്മളുടെ എബിലിറ്റീസ് ലിമിറ്റഡ് ആയി പോകുന്നു. കാരണം നമ്മുടെ ബ്രെയിനിന് 2 പാർട്ടുകളുണ്ട്, പ്രധാനമായിട്ട് സെറിബ്രലിന്, റൈറ്റ് ഹെമിസ്ഫിയർ ആൻഡ് ലെഫ്റ്റ് ഹെമിസ്ഫിയർ. റൈറ്റ് പാർട്ട് ലെഫ്റ്റിനെയും ലെഫ്റ്റ് പാർട്ട് റൈറ്റിനെയുമാണ് കൺട്രോൾ ചെയ്യുന്നത്. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. റൈറ്റ് ബ്രെയിൻ ലെഫ്റ്റ് പാർട്ടിനെയും, ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് പാർട്ടിനെയും എന്ന് പറയുന്നത്. അത് വ്യക്തമാകണമെങ്കിൽ സ്ട്രോക്ക് ബാധിച്ച, പക്ഷാഘാതം സംഭവിച്ച ആരെങ്കിലും സംഭവിച്ച കൃത്യമായിട്ട് മനസ്സിലാവും. അവരുടെ CT സ്കാനിൽ, ബ്രെയിൻ്റെ സ്കാനിൽ അവർക്ക് റൈറ്റ് ബ്രെയിനായിരിക്കും തകരാറ്. അവർക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഇടത്തെ കൈയനക്കാൻ പറ്റുന്നില്ല, ഇടത്തെ കാലനക്കാൻ പറ്റുന്നില്ല. ന്യൂറോളജിസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിങ്ങനെ സംഭവിച്ചോട്ടെ, റൈറ്റ് പാർട്ട് ലെഫ്റ്റ് പാർട്ടിനെയും ലെഫ്റ്റ് പാർട്ട് റൈറ്റ് പാർട്ടിനെയും കൺട്രോൾ ചെയ്തിട്ട് അത് കുഴപ്പമില്ല. പക്ഷെ ഇത് ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു തകരാറ് കൂടി, ഡിഫക്റ്റ് കൂടി നമുക്കുണ്ട്. ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നത് റൈറ്റ് പാർട്ട് ലെഫ്റ്റ് പാർട്ടിനൊരു, ലെഫ്റ്റ് ഹാൻഡിനൊരു കമാൻഡ് കൊടുക്കുന്ന അതേ സമയത്ത് ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ഹാൻഡിന് കമാൻഡ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കാം. ഡാൻസേഴ്സൊക്കെ അത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു മൃദംഗം ആർട്ടിസ്റ്റും ചെയ്യുന്നത് തന്നെയാണ്. ലെഫ്റ്റ് കൈയിനും റൈറ്റ് കൈയിനും 2 കമാൻഡുകൾ ഒരേ സമയത്ത് കൊടുക്കുന്നു. പക്ഷെ അതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് നമ്മുടെ സ്കൂൾ സിലബസിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേറെ എവിടെയെങ്കിലും വരുന്നില്ല. ഇടത്ത് വലത്ത് അർത്ഥഗോളങ്ങളെ, ഹെമിസ്ഫിയേഴ്സിനെ കമ്പൈൻ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ട്രെയിനിങ്ങിൻ്റെ പ്രധാന ഭാഗം. നമ്മുടെ ഒരു സിനിമയിൽ, ഫേമസ് ആയിട്ടൊരു സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ, നിങ്ങൾക്ക് ഇടത്തെ കൈ കൊണ്ട് സ്ക്വയർ വരയ്ക്കാൻ കഴിയുമ്പോൾ റൈറ്റ് കൈ കൊണ്ട് സർക്കിൾ വരയ്ക്കുമ്പോൾ എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഇത്രയും പേര് കിട്ടുന്ന പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ 1-2 പേർക്ക് കഴിയുന്നു എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. നമുക്ക് റൈറ്റ് കൈ കൊണ്ട് സർക്കിൾ വരയ്ക്കുന്ന അതേ സമയത്ത് ലെഫ്റ്റ് കൈ കൊണ്ട് ഒരു സ്ക്വയർ വരയ്ക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഇവിടുത്തെ കുട്ടികൾക്ക് ആവുന്നു, കാരണം ട്രെയിനിങ്ങിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അതേപോലെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്, നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന സൗണ്ട് ഒരേ ഫ്രീക്വൻസിയുള്ള സൗണ്ടാണ് 2 ചെവികളും കേട്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് ചെവിയിലൂടെയും റൈറ്റ് ചെവിയിലൂടെയും ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സൗണ്ടാണ് കേൾക്കുന്നതെങ്കിൽ അതിനെ 2നെയും ഒരുപോലെ കോംപ്രിഹെൻഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇതും അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വരും. ഈ ട്രെയിനിങ് കൊണ്ട്, ഇത്തരം ആക്ടിവിറ്റീസ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ്, ബ്രെയിനിൻ്റെ കൂടുതൽ പാർട്ട് ഫങ്ഷൻ ചെയ്യാൻ 25% യൂസിൽ നിന്ന് അതൊരു 50% യൂസിലേക്ക് ഉയരുന്നു. ഇത് ഉയർന്നുകൊണ്ട് തന്നെ കോംപ്രിഹെൻഷൻ അവർക്ക് വളരെ ഫാസ്റ്റ് ആവും. ഇതിൻ്റെ കൂടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ വേണ്ട റെസ്റ്റ്,
ബ്രെയിൻ റെസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചിലപ്പോൾ പറയും ഉറക്കമാണ് നമ്മുടെ ഏറ്റവും വലിയ റെസ്റ്റ്. പക്ഷെ ഉറക്കുന്ന സമയത്ത് പോലും നമ്മൾ റെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നു, തോട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തോട്ട്സ് അവോയ്ഡ് ചെയ്യുന്ന ഒരു റെസ്റ്റ് കൂടി കൊടുക്കുക കോഴ്സിന്റെ ഭാഗമാണ്. നമുക്ക് പറയുമ്പോൾ വളരെ ഈസിയാണ്. ഒരു സെക്കൻഡ് സമയം ഇപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എൻ്റെ ശബ്ദം പോലും ശ്രദ്ധിക്കാതെ ഒരു സെക്കൻഡ് സമയം മനസ്സിൽ ഒന്നും ആലോചിക്കാതെ ഇരിക്കാവുന്ന ഒരു സെക്കൻഡ് അത് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിലൂടെ ചിന്തകൾ കടന്നുപോയിക്കൊണ്ടിരിക്കും. അറ്റ് എ ടൈം ന്യൂമറസ് തോട്ട്സ് കടന്നുപോയിക്കൊണ്ടിരിക്കും. അതിനെ അവോയ്ഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതിനെ വേണമെങ്കിൽ മെഡിറ്റേഷൻ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. കുട്ടികളിൽ വളരെ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയില്ല. ട്രെയിനിങ് ആണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നത്. ഇതും കൂടി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ലെഫ്റ്റ് റൈറ്റ് പാർട്ടുകൾക്കുള്ള ട്രെയിനിങ്ങിൻ്റെ കൂടെ ഈ മെഡിറ്റേഷൻ അഥവാ ബ്രെയിൻ റെസ്റ്റ് കൂടി പ്രാക്ടീസ് ചെയ്തെടുക്കുമ്പോൾ കുട്ടികളുടെ ബ്രെയിനിൻ്റെ കോംപ്രിഹെൻഷൻ എബിലിറ്റി, നോളജ്, മെമ്മറി ഇത്രയും വർദ്ധിക്കുന്നു. അതിൻ്റെ കൂടെ ഒരു പക്ഷെ നമ്മുടെ സയൻസിൽ ന്യൂറോ സയൻസിൽ ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയാത്ത ഇൻഡ്യൂഷൻ എന്നൊരു എബിലിറ്റി കൂടി ഡെവലപ്പ് ചെയ്യുന്നു. ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് തോന്നാം നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കും, അഥവാ നടക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയും. ഇതിനേത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ ഇത് പറയാൻ എളുപ്പമാണ്, ഇങ്ങനെ എബിലിറ്റി കുട്ടിക്ക് ഉണ്ടാകുന്നുണ്ട് എന്നത്. പക്ഷെ അതിന് തെളിവ് എന്ന രീതിയിൽ മാത്രമാണ്, കുട്ടിക്ക് ഈ ഒരു എബിലിറ്റി ഉണ്ടാകുന്നുണ്ട് എന്നൊരു തെളിവ് വേണ്ടി മാത്രമാണ് കോഴ്സിന്റെ ഭാഗമായി ബ്ലൈൻഡ് ഫോൾഡ് വിഷൻ എന്ന് പറയുന്ന ഒരു എബിലിറ്റി കൂടി കുട്ടികളെ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ ബ്ലൈൻഡ് ഫോൾഡ് വിഷനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ മീഡിയകളിൽ വരുന്ന ചർച്ച. ബ്ലൈൻഡ് ഫോൾഡ് വിഷൻ പോസിബിൾ അല്ല, ഇല്ലോജിക്കൽ. അവിടെയാണ് എനിക്ക് കുറച്ച് സയൻറ്റിഫിക് ആർട്ടിക്കിളുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു സയൻസ് PhD സ്റ്റുഡൻ്റ് ആകുമ്പോൾ അന്നേരം തന്നെ സയൻസിൽ റിസർച്ച് ചെയ്യുന്ന എല്ലാവരെയും പോലെ ഡാറ്റ കളക്ഷന് വേണ്ടി ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യുമ്പോൾ ഇന്റർനാഷണൽ ജേർണൽസ് മാത്രം കിട്ടുന്ന ഒരു ബയോളജി സയൻസ്, ഒരു എന്താ പറയുക മെഡിക്കൽ സയൻസിൻ്റെ സപ്പോർട്ടുള്ള ഒരു സൈറ്റ് അമേരിക്കയിലെ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ സൈറ്റിലുള്ള റിപ്പോർട്ടുകൾ ഇന്റർനാഷണലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേർണലുകളിലെ ആർട്ടിക്കിളുകൾ മാത്രമേ ആ സൈറ്റിൽ വരും. NCBI എന്നാണ് ആ സൈറ്റിൻ്റെ പേര്. അമേരിക്കയിലെ ബേസ് നാഷണൽ കൗൺസിൽ ഫോർ ബയോ ഇൻഫർമാറ്റിക്സ് ആയി ബന്ധപ്പെട്ടിട്ടാണ് ആ സൈറ്റ് ഇരിക്കുന്നത്. ഈ സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാം ആൾട്ടർനേറ്റീവ് വിഷനെ കുറിച്ച്. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കോഴ്സിന് ചേർന്ന് മകൾക്ക് ഈ ഡെവലപ്മെന്റ് ഉണ്ടായപ്പോൾ ഞാൻ ആദ്യം സെർച്ച് ചെയ്ത ഈ സൈറ്റിലാണ്. അപ്പോൾ ഈ സൈറ്റിൽ കണ്ട ഏറ്റവും വലിയ ഒരു പേപ്പർ, കിട്ടിയ ഏറ്റവും നല്ലൊരു പേപ്പർ എന്ന് പറയുന്നത് റഷ്യയിൽ നടന്നിട്ടുള്ള ഒരു പഠനത്തെ കുറിച്ചുള്ള പേപ്പറാണ്. പേപ്പറിന്റെ കോപ്പി നിങ്ങൾ തന്നിട്ടുണ്ടാവും. ആ പേപ്പറിൽ ഓൺ ദ സോ കോൾഡ് വിഷൻ ഓർ ആൾട്ടർനേറ്റീവ് വിഷൻ ഓർ ഡയറക്റ്റ് വിഷൻ ഫിനോമിന എന്ന് പറയുന്നൊരു പേപ്പർ തന്നിട്ടുണ്ട്. ആ പേപ്പറിൽ ബ്രോണിക്കോ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആഫയുടെ ആക്ടിവിറ്റികളുടെയും ബേസ് അല്ലെങ്കിൽ ഒരു പാരലൽ വർക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ബ്രോണിക്കോ മെത്തേഡിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഏതാണ്ട് ട്രെയിനിങ്ങുകൾ വരുന്നത്. ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയറുകളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റികൾ തന്നെയാണ് ബ്രോണിക്കോ മെത്തേഡ്. ഈ മെത്തേഡ് ചെയ്ത 7 കുട്ടികളെ ബേസ് ചെയ്തൊരു സ്റ്റഡിയാണ്, ഒരു ചലഞ്ചല്ല, ഒരു സ്റ്റഡി. ആ സ്റ്റഡിയിൽ ഈ 7 കുട്ടികൾക്കും ട്രെയിനിങ് ലാബ് സിറ്റുവേഷൻ എന്താണെന്ന് ആദ്യം റിവീൽ ചെയ്യും. ലാബ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലാബിൽ കുട്ടികൾക്ക് ഭംഗിയായിട്ട് കിടക്കാൻ പറ്റിയ, റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെഡുണ്ട്. ആ ബെഡിൽ കിടന്നുകൊണ്ട് അവർക്ക് കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ കാണാം. അവരുടെ തലയിൽ EEGയുടെ നോട്ട്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. EOG എന്ന് പറയുന്നത് ഇലക്ട്രോ ഓക്കുലോഗ്രാഫ്. ഇതിന്റെ രണ്ടിന്റെയും നോട്ട്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് 100 മില്ലി സെക്കൻഡിൽ ഒരു പിക്ചർ വീതം പ്രസന്റ് ചെയ്യുന്നു. 48 പിക്ചറുകൾ ഡിഫറെന്റ് വെറൈറ്റി, 480 റെക്കോർഡിങ്സ് 5 സെക്കൻഡിനുള്ളിൽ തന്നെ എടുക്കാൻ കഴിയും എന്ന രീതിയിലാണ് ലാബ് അറ്റ്മോസ്ഫിയർ. ഇവർക്ക് കൊടുക്കുന്ന ബ്ലൈൻഡ് ഫോൾഡ് പ്രത്യേകം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തെർമോപ്ലാസ്റ്റിൽ ഉണ്ടാക്കിയിട്ടുള്ള കുട്ടിയുടെ മുഖത്തിന്റെ അളവെടുത്ത്
യാതൊരു രീതിയിലും കുട്ടി ചീറ്റ് ചെയ്യുന്നില്ല, കാരണം ലാബ് സിറ്റുവേഷനിൽ അത് അത്യാവശ്യമാണ്. ഒരു എക്സ്പീരിയൻസ് കുട്ടി ചീറ്റ് ചെയ്യുന്നില്ല ഉറപ്പിക്കാൻ വേണ്ടി 2 പെയേഴ്സ് മാസ്കുകൾ ഉണ്ടാക്കുന്നു കുട്ടിയുടെ മുഖത്തിന്റെ അളവിനനുസരിച്ച്. ഒരു പെയർ കുട്ടിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, മറ്റേ പെയർ കയ്യിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്, ലാബിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ലാബിന്റെ എക്സ്പെരിമെന്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ്. കുട്ടി ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് ചിത്രം കാണുന്നു, നേരിട്ട് ചിത്രം കാണുന്നു. ഈ 2 സമയത്തും കുട്ടിയിൽ ഉണ്ടാവുന്ന ബ്രെയിൻ വേവ്സ് ഉണ്ടാവുന്ന ഡിഫറൻസ് ഡിറ്റക്ട് ചെയ്തു. ആ പേപ്പറിന്റെ 20ാമത്തെ പേജിൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു വിശദീകരണം ഞാൻ പറയാം. ABCD എന്ന് പറയുന്ന 4 കാറ്റഗറികളായിട്ടാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. A എന്ന് പറയുന്നത് കുട്ടി റെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള കുട്ടിയുടെ EEG ആണ്. ബിയും സിയും കുട്ടി സാധാരണഗതിയിൽ ഒരു കാര്യം കാണുമ്പോൾ ഉണ്ടാവുന്ന EEG ആണ്, സാധാരണ വിഷനുള്ള സമയത്ത്. ഡി എന്ന് പറയുന്നത് ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടതിന് ശേഷമുള്ള വിഷനാണ്. എയിൽ കാണുന്ന അതേ രീതിയിലുള്ള ECG തന്നെയാണ് ഡിയിൽ കാണുന്നത്. അഥവാ ബിയിലും സിയിലും ഒരു വസ്തുവിനെ കാണുമ്പോൾ കുട്ടിയുടെ ഓക്സിപിറ്റൽ ലോബിൽ, കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ലോബാണ് ഓക്സിപിറ്റൽ ലോബ്. ഓക്സിപിറ്റൽ ലോബിൽ നിന്ന് ഇവോക്ക് ചെയ്യുന്ന പൊട്ടൻഷ്യൽസ് ഉണ്ടാകുന്നില്ല ബ്ലൈൻഡ് ഫോൾഡ് വിഷനിൽ. അതായത് ബ്ലൈൻഡ് ഫോൾഡ് വിഷൻ നടക്കുമ്പോൾ ഓക്സിപിറ്റൽ ലോബിൽ നിന്നല്ല കാഴ്ച സാധ്യമാവും. പക്ഷെ അവരുടെ തന്നെ സ്റ്റഡിയിൽ ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട് സൊമാറ്റോ സെൻസറി ഏരിയയിൽ നിന്നാണ് ആ സമയത്ത് കാഴ്ച സാധ്യമാവുന്നത്. മറ്റു കാര്യങ്ങളിൽ പറയുന്നത് 7 കുട്ടികൾക്കും 100% വിഷൻ ഉണ്ട്, ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് 100% വിഷൻ ഉണ്ട്. അതിലൊരു കുട്ടി പാർഷ്യലി ബ്ലൈൻഡ് ആണ്. ഈ 7 കുട്ടികളിൽ ഒരു കുട്ടി പാർഷ്യലി ബ്ലൈൻഡ് ആണ്. ആ പാർഷ്യലി ബ്ലൈൻഡ് ആയ കുട്ടിക്ക് പോലും ബ്ലൈൻഡ് ഫോൾഡ് വിഷൻ പോസിബിൾ ആവും. ബ്ലൈൻഡ് ഫോൾഡ് വിഷൻ എന്ന് പറയുന്നത് ഒരു മിഥ്യയല്ല. ഇറ്റ് ഈസ് എൻ എക്സിസ്റ്റിംഗ് ഫിനോമിന ആൻഡ് ഇറ്റ് ഈസ് ട്രെയിനബിൾ. അവരുടെ ഹൈപ്പോത്തസിസ് അതാണ്, ഇറ്റ് ഈസ് ട്രെയിനബിൾ. ആർക്ക് വേണമെങ്കിൽ ട്രെയിൻ ചെയ്തെടുക്കാം. അത് സാധ്യമാകുന്ന രീതികൾ ഹൈപ്പോത്തസിസ് മാത്രമേ ഉള്ളൂ, പ്രൂവ് ചെയ്യണമെന്ന് സ്റ്റഡിയിൽ എഴുതിയിട്ടുണ്ട്. ഇറ്റ് മേ ബി എ സ്കിൻ വിഷൻ ആയിരിക്കാം എന്നാണ് ഹൈപ്പോത്തസിസ്. നമ്മുടെ കുട്ടികളും ചെയ്യുമ്പോൾ ഈ കഴുത്തിന്റെ ഈ ഭാഗത്തുള്ള ഒരു ഏരിയയിൽ അവർക്ക് വിഷൻ കുറച്ചുകൂടി പോസിബിൾ ആണ്. ഏത് സ്കിന്നിന്റെ കൈകളുടെ ടിപ്പ് ഉപയോഗിച്ചും അവർ റീഡ് ചെയ്യുന്നുണ്ട്, സ്കിന്നിന്റെ ഏരിയ ഉപയോഗിച്ചും അവർ റീഡ് ചെയ്യും. അപ്പൊ ഇത്രയും മാത്രം കണ്ടെത്തി വെച്ചപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. കാരണം നമ്മുടെ കുട്ടികൾ ആകെ ട്രെയിൻ ചെയ്ത ചില കുട്ടികൾ ഇതിനപ്പുറമുള്ള ചില എബിലിറ്റീസ് കാണിക്കും. അവർ ചെവിയുടെ അവിടെ കാർഡിന്റെ സൗണ്ട് കേട്ടാൽ, മെറ്റീരിയലിന്റെ സൗണ്ട് കേട്ടാൽ ആ സൗണ്ട് അനുസരിച്ച് അവർ ആ കാർഡിലുള്ള മാറ്റർ എന്നാണ് പറയുന്നത്. ഒരു കാർഡ് വെച്ച് കുട്ടിയെ മറച്ചു കഴിഞ്ഞാൽ ആ കാർഡിനപ്പുറമുള്ള ഒരു ബ്ലാക്ക് കാർഡ് വെച്ച് മറിച്ചു, ആ കാർഡിനപ്പുറമുള്ള, അഥവാ വേണമെങ്കിൽ ഇപ്പൊ പറയാം ചുമരിനപ്പുറമുള്ള കാഴ്ച എന്താണ് കുട്ടി പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി സയന്റിഫിക്കലി എവിടെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ? കാരണം ഇതൊരു ഇല്ലോജിക്കലായിട്ട് ഇപ്പോഴും ഞാൻ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മുന്നിൽ റിവീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലൊന്ന് ഇതാണ്, വിക്കിപീഡിയയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. കാരണം അത് അമേരിക്കയിൽ നടന്ന സ്റ്റഡിയാണ്. അതിൻ്റെ സ്റ്റഡിയുടെ ബാക്കി കോട്ടിങ്സ് അതിൽ ലിങ്ക്സ് ഉണ്ട്. ബ്ലൈൻഡ് സൈറ്റ് എങ്ങനെ നടക്കും എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ physics.org എന്ന് പറയുന്ന ഒരു സൈറ്റിൽ കിടക്കുന്നുണ്ട്. ബ്ലൈൻഡ് സൈറ്റ് എങ്ങനെ പോസിബിൾ ആവും? അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി, അമേരിക്കൻ സയന്റിസ്റ്റിൽ വന്നൊരു പേപ്പർ ബ്ലൈൻഡ് മാൻ വാക്കിംഗ് എന്ന് പറയുന്നൊരു പേപ്പർ വന്നിട്ടുണ്ട് അമേരിക്കൻ സയന്റിസ്റ്റിൽ. അതിൽ അവർ കൊടുത്തിട്ടുള്ള എക്സ്പെരിമെന്റ് ഒരു ഓബ്സ്റ്റക്കിൾസ് വെച്ചിട്ടുള്ള ഒരു കോറിഡോറിലൂടെ ഒരു ബ്ലൈൻഡ് ആയിട്ട് ഒരാളെ, ഈ ട്രെയിനിങ് കിട്ടിയ ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ് ചെയ്യുന്നത്. എത്ര തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് 20 തവണയാണ് അവർ നടത്തിയിട്ടുള്ളത്. 20 തവണ പോലും ഒരു പ്രാവശ്യം പോലും ഓബ്സ്റ്റക്കിൾസിൽ തട്ടാതെയാണ്, തടസ്സങ്ങളിൽ തട്ടാതെയാണ് അദ്ദേഹം നടക്കുന്നത്. അതാണ് ആ പേപ്പറിലുള്ള ഡീറ്റെയിൽസ്. മറ്റൊരു സ്റ്റഡി ഒരു ന്യൂറോളജിക്കൽ സ്റ്റഡിയാണ്, ന്യൂറോളജിക്കൽ ഒറിജിൻ ഉള്ള ഒരു സ്റ്റഡിയാണ്. അതിൽ ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എങ്ങനെ ചെയ്യുന്നു, നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കിഷോർ സാറിനെ പോലുള്ളവർ അത് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നുണ്ട്.
ഇതിന് ചിലപ്പോൾ സ്പിരിച്വൽ ലൈനിലും ആയിരിക്കേണ്ട എക്സ്പ്ലനേഷൻ. ഏതായാലും വെസ്റ്റേൺ സയൻസ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലല്ല ഈസ്റ്റേൺ സയൻസിൽ അത് പറയുന്നത്. വെസ്റ്റേൺ സയൻസിൽ ഇത് കൃത്യമായിട്ട് ന്യൂറോളജിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് എങ്ങനെ പോസിബിൾ? ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പുറത്തെ റൂമിൽ നടക്കുന്ന കാര്യം തിരിച്ചറിയുകയാണ് ചെയ്യുന്നതെന്നാണ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസിനെ കുറിച്ച് ഈ സ്റ്റഡിയിൽ പറയുന്നത്. പക്ഷെ എങ്ങനെ പോസിബിൾ ആവുന്നു? പോസിബിൾ ആയിട്ടുള്ളത് ഹാലൂസിനേഷൻ ആണോ അതോ ഇല്യൂഷൻ ആണോ എന്ന് കൃത്യമായിട്ട് പേപ്പറിൽ വിശദീകരിക്കാൻ കഴിയുന്നില്ല. സ്റ്റഡീസ് കൂടുതൽ നടക്കണമെന്നേ പറയുന്നത്. മറ്റൊരു കോൺട്രവേഴ്സി എനിക്ക് തോന്നുന്നു ചർച്ചകളിലൊക്കെ വരുന്നൊരു കോൺട്രവേഴ്സി പീനിയൽ ഗ്ലാൻഡിനെ സംബന്ധിച്ചാണ്. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് ബയോളജിക്കലി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ്. 2 പ്രധാന ഹോർമോൺസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് അറിയപ്പെടുന്നത്. അത് വിഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് മിക്കവാറും ബയോളജി ബുക്കുകളിലൊക്കെ. വിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷേ ഞാൻ അഗെയിൻ നമ്മൾ വെസ്റ്റേൺ സയൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ PNCBയുടെ സൈറ്റിൽ തന്നെ കിടക്കുന്ന ഒരു സ്റ്റഡി ഇതാണ്. വിഷ്വൽ ഇവോക്കഡ് പൊട്ടൻഷ്യൽ ഇൻ പേഷ്യൻസ് വിത്ത് പീനിയൽ ഗ്ലാൻഡ് സിസ്റ്റ്. പീനിയൽ ഗ്ലാൻഡിൽ സിസ്റ്റ് രൂപപ്പെട്ട ആൾക്കാരിലെ വിഷ്വൽ കോർട്ടെക്സിൽ ചില ഇവോക്കഡ് പൊട്ടൻഷ്യൽസ് ഉണ്ടാവും. ഒരു പക്ഷേ പീനിയൽ ഗ്ലാൻഡ് ഒപ്റ്റിക് നെർവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടാവാം എന്ന ഒരു ഹൈപ്പോത്തസിസേ ഉള്ളൂ. പക്ഷേ സ്റ്റഡീസ് സംഹൗ പീനിയൽ ഗ്ലാൻഡ് ഇസ് റിലേറ്റഡ് വിത്ത് വിഷൻ. അതും നമ്മുടെ ഈസ്റ്റേൺ സയൻസിലൊക്കെ നമ്മുടെ പഴയ പുരാണങ്ങളിലൊക്കെ പീനിയൽ ഗ്ലാൻഡിനെ 3rd ഐ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ സയൻസായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു സയൻസ് ബേസിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വെസ്റ്റേൺ സയൻസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ പീനിയൽ ഗ്ലാൻഡിലെ സിസ്റ്റം സംഭവം അഫക്റ്റ് വിഷൻ. പീനിയൽ ഗ്ലാൻഡിനെ കുറിച്ച് അങ്ങനത്തെ 1-2 സ്റ്റഡീസ് കൂടിയുണ്ട്. ഷിസോഫ്രീനിയ ബാധിച്ചവരിലും പീനിയൽ ഗ്ലാൻഡ് ചില വിഷൻസ് ഉണ്ടാക്കുന്നു എന്ന രീതിയിൽ. ഇനി മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ബ്രെയിൻ പോർട്ട് എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റിനെ കുറിച്ചാണ്. അമേരിക്കയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു എക്യുപ്മെന്റാണ് ബ്രെയിൻ പോർട്ട്, PORT. ഇത് വിഷനെ സഹായിക്കാൻ, കാഴ്ചയെ സഹായിക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അന്ധന്മാർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എക്യുപ്മെന്റാണ്. എക്യുപ്മെന്റിൽ ചെറിയൊരു ക്യാമറയുണ്ട്. ക്യാമറയിൽ നിന്നുള്ള സിഗ്നൽസ് നാക്കിൽ വയ്ക്കുന്ന, ടങ്ങിൽ വയ്ക്കുന്ന ഒരു എക്യുപ്മെന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. ക്യാമറയിൽ നിന്നുള്ള വിഷൻ ടങ്ങിലൂടെ അയാൾക്ക് കാണാൻ കഴിയും. എക്യുപ്മെന്റിന്റെ കോസ്റ്റ് $10,000 ആണ്. ഇതൊരു ന്യൂറോ സയന്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ് ആണ്. 40 വയസ്സ് കഴിഞ്ഞവരിൽ പോലും ഇത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും എന്നാണ് സൈറ്റിൽ പറയുന്നത്. ബ്രെയിൻ പോർട്ടിനെ കുറിച്ച് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇമേജസ് നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നാക്കിൽ വയ്ക്കുന്ന എക്യുപ്മെന്റ്സിൽ ഒരുപാട് ചെറിയ നോബ്സ് ഉണ്ട്. ആ നോബ്സിലൂടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നാക്കിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ച് വിഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇനി പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതാണ്. വിക്കിപീഡിയയിൽ സെൻസറി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. സെൻസറി സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ, ഏത് സെൻസറി മൊഡാലിറ്റിയെയും മറ്റൊരു സെൻസറി മൊഡാലിറ്റി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇഫ് വി ഒക്കർ എ ഡിഫക്റ്റ്, നമുക്ക് ഏതെങ്കിലും ഒരു സെൻസിന് തകരാറുണ്ടായാൽ മറ്റൊരു സെൻസറി ഓർഗാൻ ഈ തകരാറായ സെൻസറി ഓർഗാൻ്റെ മൊഡാലിറ്റി ഏറ്റെടുക്കും, സെൻസറി മൊഡാലിറ്റി ഏറ്റെടുക്കും. 1960കളിൽ തന്നെ വന്നിട്ടുള്ള സ്റ്റഡിയാണ്. അതിൻ്റെ ഒരുപാട് എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സെൻസറി സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ടെക്നിക്കിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രെയിൻ പോർട്ട് എന്ന് പറയുന്ന എക്യുപ്മെന്റ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആൾട്ടർനേറ്റീവ് വിഷൻ അഥവാ കണ്ണ് അടച്ചു കെട്ടിയിട്ടുള്ള ഒരു വിഷൻ നമ്മുടെ ലോജിക്കിന് ചേരുന്നില്ല എന്നുള്ള ആസ്പെക്റ്റിന് മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും സമയം വിനിയോഗിച്ചത്. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെ കുറിച്ചും നമ്മുടെ ബ്രെയിനിലെ ഒരുപാട് എബിലിറ്റീസിനെ കുറിച്ചും ഡെവലപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ബ്രെയിനിനെ കുറിച്ച്, ബ്രെയിനിന്റെ ഫംഗ്ഷനെ കുറിച്ച്, അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നു, അത് കോഴ്സിലൂടെ പോസിബിൾ ആണ്, അബാക്കസ് ട്രെയിനിങ്ങിലൂടെ പോസിബിൾ ആണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ പോസിബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ ആർക്കും വിഷമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ഭാഗത്ത് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ബ്ലൈൻഡ് ഫോൾഡ് വിഷൻ ഒരു മാജിക്കോ തട്ടിപ്പോ അല്ല, അത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ മാത്രമാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നത്. കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ വരുന്ന കൂടുതൽ എക്സ്പ്ലനേഷൻസ് പറയാം.
കുട്ടികളുടെ ഡെമോൺസ്ട്രേഷൻ കാണാം. ഡെമോൺസ്ട്രേഷന് മുന്നായി രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കോൺസെൻട്രേഷനിലൂടെയാണ് കുട്ടികൾ കാണുന്നത്. എത്രത്തോളം നമ്മുടെ സെൻസറി ഓർഗൻ സ്കിന്നിലൂടെ കാഴ്ച കിട്ടുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ കോൺസെൻട്രേഷൻ തെറ്റിക്കുന്ന ശബ്ദങ്ങൾ, പ്രകടനങ്ങൾ അവരെ വല്ലാതെ ബാധിക്കാറുണ്ട്. ആ കോൺഫിഡൻസ് കൂട്ടുന്ന ആക്ടിവിറ്റീസ് അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഈ പരീക്ഷണങ്ങളാവാം, ധാരാളം പരീക്ഷണങ്ങളാവാം കുട്ടികളുടെ അടുത്ത്. പക്ഷെ അത് ചൈൽഡ് എത്തിക്സിന് ചേരുന്ന രീതിയിൽ ചെയ്യണം. കുട്ടികൾ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വന്നു. എല്ലാവർക്കും ചെക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണ്. നിങ്ങൾ ഏത് രീതിക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി ഇത് വേണമെന്നൊന്നുമില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇത് വേണമെന്നില്ല. നിങ്ങളുടെ കർച്ചീഫ് ആകാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലുള്ള സാധനം. പലപ്പോഴും മജീഷ്യൻസ് പറയുന്ന ഒരു പോയിന്റ്, അതിനെന്തോ വിഷൻ എന്താണ്, വളരെ നേർത്ത തുണി ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ്. നിങ്ങൾക്ക് അത് എല്ലാവർക്കും വെച്ച് പരീക്ഷിക്കാം. അതും പോരെയെങ്കിൽ ചില ചിപ്പുകൾ ഉണ്ടെന്ന് വരെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കുറെ തമാശകളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. ചിപ്പുകൾ ഉണ്ടോന്ന്, ഇത് നിങ്ങൾക്കറിയാം, സ്വിമ്മിങ്ങിന് ഉപയോഗിക്കുന്ന ഗൂഗിൾസ് ആണ്. അത് കെട്ടിയതിന് ശേഷം ഇത് വെച്ച് കെട്ടാം, ടവല് വെച്ച് കെട്ടാം, ഏത് രീതിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആകെ എനിക്ക് ആവശ്യം കുട്ടികളെ സമാധാനമായിട്ട്, കാരണം ഇതൊരു കോൺസെൻട്രേഷൻ മാത്രമാണ്, ഹൈ ലെവൽ കോൺസെൻട്രേഷനിലൂടെയാണ് ഇത് സാധിക്കുന്നത്. അല്ല ഇതിലൊരു ഹിഡൻ അജൻഡാസോ മാജിക്കോ ഒന്നും തന്നെ ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നില്ല. അബ ഇന്റർനാഷണൽ അക്കാദമി ഒരു മാജിക് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. ഇവിടേക്ക് നിർത്താം, അതല്ലേ എളുപ്പം. നിങ്ങൾ ഞങ്ങൾ കെട്ടുന്നതിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അത് കെട്ടാം കേട്ടോ. ഞങ്ങൾ കെട്ടുന്നു അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ട്രിക്ക് ഉണ്ട് എന്നൊക്കെ ഉണ്ടോ, ധാരണ ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട, ആർക്കും ചെയ്യാവുന്നതാണ്. പിന്നീട് ഞാൻ കേട്ട ഒരു കാര്യം പ്ലാസ്റ്റർ ഒട്ടിക്കുന്ന കേസാണ്. പ്ലാസ്റ്റർ ഒട്ടിക്കുന്നതിൽ നമുക്കുള്ള ഏക ബുദ്ധിമുട്ട്, ഒട്ടിക്കുന്നതുകൊണ്ട് ഒരു പരാതിയും നമുക്കില്ല. ഇത് പറിച്ചെടുക്കുമ്പോഴൊക്കെ കുട്ടികളുടെ ഇവിടെ നിന്നുള്ള രോമമൊക്കെ പറയുന്നതിന്റെ ഒരു വേദന ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ ഏത് പാനലിന്റെ മുമ്പിലും ഈ കുട്ടികളെ പ്രദർശിപ്പിക്കാൻ വി ആർ റെഡി. ഞാൻ ചലഞ്ച് ചെയ്യുകയല്ല, ഇതൊരു സയൻസ് ആണ്. നമ്മുടെ സമൂഹം അറിയേണ്ട ഒരു സയൻസിനെ റിവീൽ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ഈ കാർഡ് ആർക്കും പരിശോധിക്കാം. ഈ കാർഡിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കാം. എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യാലിറ്റി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എല്ലാ അർത്ഥത്തിലും സ്മെല്ല് ചെയ്തുകൊണ്ടോ ഏത് രൂപത്തിലും നിങ്ങൾക്ക് പരിശോധിക്കാം. കൂടാതെ ഏത് ലാബ് ടെസ്റ്റിനും വിധേയമാക്കിയ ഏത് സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാം. അതിനുശേഷമുള്ള കാർഡുകളോ നിറങ്ങളോ ഏതും ഈ കുട്ടികൾ സെൻസ് ചെയ്യും. തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് വരാം. ഇത് ഫസ്റ്റ് ലെവൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, നിങ്ങൾ തരുന്ന കാർഡ്, നിങ്ങൾ തരുന്ന പുസ്തകം, നിങ്ങൾ തരുന്ന എന്തും അതിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊടുത്തോട്ടെ, ആദ്യം ഒന്ന് നിങ്ങൾ കൊടുത്താലും മതി കേട്ടോ. സ്മെല് ചെയ്തിട്ട് തരണം. Blue 5, green 0. നിങ്ങൾ തന്നെ ആരെങ്കിലും വന്ന കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അതെ, Blue 4, yellow, 4, ടച്ച് ചെയ്തിട്ട് പോണേ. yellow 2, കാണിക്കുന്നേ. ഓക്കെ, ഇപ്പൊ നമ്മൾ കണ്ടത് ഇവരുടെ സെൻസ് ഓർഗൻസ്, 3 സെൻസ് ഓർഗൻ. അതുപോലെ തന്നെ എന്തെങ്കിലും മക്കള് ടേസ്റ്റ് പരീക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവിടെയുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനം നമുക്കൊന്ന് നോക്കാം, ടേസ്റ്റും കൂടെ നമുക്കറിയാം. ഓക്കെ, എന്തെങ്കിലും ഒരു സാധനം ഒന്ന് എടുക്കാം. എന്തെങ്കിലും ഒരു സാധനം, ഏതെങ്കിലും ഒരു കുട്ടികൾ കഴിച്ച് ചെയ്യുന്നുള്ളത് വേണം. ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല. വേറെ എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ കളറൊന്നും blue, അതിലേക്ക് ഞാൻ വരാം. നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകമാകാം, നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ആകാം, ഒക്കെ നമുക്ക് റീഡ് ചെയ്യാം. നമ്മൾ അതിലേക്ക് വരുന്നു. ഓക്കെ,
മോനെ എന്താണെന്ന് രുചി ഒന്ന് പറയാമോ? ഇതെന്താണെന്ന് ആക്കുന്നിട്ട് അറിയാൻ പറ്റുന്നുണ്ടോ? സാമ്പാർ. ഒരു കാര്യം ചെയ്യോ, പയ്യനെ തിരിച്ചു നിർത്താൻ പറ്റുമോ? എങ്ങനെ? അതായത് തിരിച്ചു നിർത്തിയിട്ട് ബാക്കിൽ കൊടുക്കുക കയ്യിൽ, അല്ലെങ്കിൽ തിരിച്ച് ബാക്കിൽ കൊടുക്കുക വേറൊരു കളർ. ഒരു വേറൊരു കളർ ഒന്ന് കൊടുക്കും, അത് ബാക്കിൽ കൊടുക്കുക. ബാക്കിൽ കാണാതെ ബാക്കിൽ കൊടുക്കും. മോനെ അവിടെ ഇങ്ങനെ തിരിച്ച് പുറകിൽ വെച്ചിട്ടൊന്ന് സെൻസ് ചെയ്യാവുന്നു. ശ്രദ്ധിച്ച് അടിപൊളിയാക്കണ്ട. കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ അത് വെച്ചിട്ട് ടെൻഷൻ. ശരി. മറ്റേ കുട്ടിയൊന്ന് കൊടുക്കുമോ? ഫ്രണ്ടിലല്ലേ ബാക്കിൽ? ആ കളർ ഇപ്പൊ കണ്ടോ? ഇപ്പൊ കൊടുക്കുക. വേറൊരു കളർ ചേഞ്ച് കൊടുക്കും. അതല്ല ഒന്ന് കൊടുക്കും. വേറെണ്ട. ഈ കാർഡൊന്ന് ടച്ച് ചെയ്തിട്ട് പറയാമോ? Green 2. അല്ല കാണിക്കണം. അത് കാണിക്കൂ. ട്രെയിനിങ്ങിന്റെ ഭാഗമാണ്. പ്രാക്ടീസ് വരുന്ന പോലെ വൈറ്റ് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ബാച്ചിൽ ഇതൊരു തുടക്കക്കാരാണ്. കുറച്ചുകൂടി ഉള്ള ആൾക്കാരെ നമുക്ക് കാണാം. നിങ്ങൾ ഇപ്പൊ ഈ കുട്ടികളെ തന്നെ എല്ലാം ജയിക്കണ്ട. ഓക്കെ, കുറച്ചുകൂടി ചെയ്ത പരിശീലനമുള്ള കുട്ടികൾ വരുന്നു. ഇവരെ മതിയാക്കാലോ. ടൈറ്റ് ആകാൻ വേണ്ടി മാത്രമാണ്. ഇത് അടിയിൽ കൂടെ കാണും. നോക്കൂ, ഈ ഗൂഗിൾസ് കിട്ടുന്നത് ഓക്കെ ഫൈൻ. ഇത് സ്വിമ്മിംഗ് ഗൂഗിൾസ് ആണ്. അല്ല, അതൊന്ന് മാറ്റി വെക്കുന്നു. അത് ഉപയോഗിക്കാതെ. ശരി ഫൈൻ, വെരി ഗുഡ്. അപ്പോ ഇനി തിരിച്ച് നിങ്ങൾ അവിടെ എന്തെങ്കിലും കാണിക്കും. അതൊന്ന് കാണത്തക്ക രൂപത്തിൽ പിടിച്ചോളൂ. സാർ അതൊന്ന് പിടിച്ചോ. സാറ് പിടിച്ചില്ല. 1000 നോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ ചന്ദനൊക്കെ തൊട്ട് നല്ല കുട്ടപ്പനായി വന്നിട്ടുണ്ട്. റെഡ് കളർ മൊബൈലും പിടിച്ച്. അല്ലെ ഈ എല്ലാം പറയുമോ? ഇപ്പൊ എന്റെ കയ്യിലുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞോളൂ. കൊടുക്കൂ. വിസിറ്റിംഗ് കാർഡ് ഒരു മിനിറ്റ് കിട്ടി. ക്യാമറ അങ്ങനെ പറയണ്ട കേട്ടോ, അങ്ങനെ പറയണ്ട. നല്ല കുട്ടിയായിട്ടിരിക്കും. ആ കാർഡ് കൊടുക്കാൻ പീനിയൽ ഗ്ലാൻഡ് തേച്ചൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കാരണം പറയാം. കൈ ഇവിടെ അല്ല നിങ്ങൾ പറയണ്ട, ഞങ്ങളുടെ സംശയങ്ങൾ തീർക്കണം. അതുകൊണ്ടാണ് ഓക്കെ. ഞങ്ങൾ പത്രക്കാരെ വിളിച്ച് ഞങ്ങൾക്ക് കുറെ ചോദ്യങ്ങൾ ചോദിക്കാൻ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലോ, കുട്ടികൾ ടെൻഷൻ ആക്കരുത്. സാർ അവിടെ അതിന്റെ ഉള്ളിലൊക്കെ കിടക്കുന്നത് പറയാമെങ്കിൽ ഇവിടെയുള്ളത് പറയാമല്ലോ സാർ. സൊമാറ്റോ സെൻസ് വരുന്നത് ആയിക്കോട്ടെ. നോക്കൂ, ഈ കുട്ടികളെ അതിനകത്ത് നമ്മളിപ്പോ പറഞ്ഞിട്ടില്ല. അല്ല ഒരു മിനിറ്റ് സാർ, ഇവരൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ. കുട്ടി കൈ ഇവിടെ പൊക്കൂ. ഇത് പറയൂ. അതിനകത്ത് എന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി. അല്ല ഗ്ലാസ് അല്ല, എന്റെ പേര് പറഞ്ഞാൽ മതി. പേര് പറഞ്ഞാൽ മതി. ഐഡന്റിറ്റി കാർഡൊക്കെ അറിയാൻ പറ്റും. ഇനി അടുത്ത ആൾക്ക് കൊടുക്കാൻ നോക്ക്. അടുത്ത
അടുത്ത ആൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഓക്കെ, വേറൊരു സാധനം ഞാൻ തരാം. അടുത്ത ഇനി മുതിർന്ന ആൾക്ക് കൊടുക്കാം. പറഞ്ഞത് ഐഡന്റിറ്റി കാർഡ് ആണെന്ന് അല്ല, അത് പറയാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. കാർഡ് കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ സാർ. കൈവിടെ പൊക്കൂ, ഇവിടെ ബാക്കിൽ കൊടുക്കും. ഇത് ATM കാർഡാണ്. അതിന്റെ നമ്പർ പറഞ്ഞാൽ മതി. ഈ ATM കാർഡിന്റെ നമ്പർ അങ്ങോട്ട് പോകണ്ട. കൈ ATM കാർഡിന്റെ നമ്പർ. സാർ ഒരു സെക്കൻഡ്. ഫോക്കസ് അതിന്റെ കളർ പറയാം. മതിയല്ലോ. ഒരു മിനിറ്റ്, ഇവിടെ നിങ്ങൾ പറഞ്ഞെന്താണ്? നിങ്ങൾ പറഞ്ഞെന്താണ്? എന്തോ കോൺസെൻട്രേഷൻ എന്തായാലും കളയണ്ട അവര്. അല്ലേ? ഞങ്ങൾ അതല്ല പറയുന്നത്. കണ്ണിലൂടെ അല്ല. നിങ്ങൾ ആദ്യം അറിയേണ്ടത് അൾട്ടർനേറ്റീവ് വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പിടിച്ചാലും കാണുമെന്നൊന്നും അല്ല ഞങ്ങൾ പറയുന്നത്. പ്ലീസ്, അങ്ങനെ നിങ്ങൾ ആദ്യം ഇതിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകണം. ബ്ലൈൻഡ് ആണല്ലോ. ബ്ലൈൻഡ് ആളുകൾ തൊഴിൽ കാണാൻ പറ്റുമെന്ന് പറയും. പിന്നെ എന്താണ് കഥ? പിന്നെ ബാക്കിലും മുമ്പിലും ആണെങ്കിലും അറിയണ്ടേ നിങ്ങൾ പറയുന്നത്? സ്കിന്നിനെ സെൻസേഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാം. കിട്ടുന്നില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അല്ല, നിങ്ങൾ ആകെ ഉറപ്പിക്കേണ്ടത് കുട്ടിക്ക് കാഴ്ച കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. എന്നൊരു സംശയം വേണ്ട. അതേസമയം നിങ്ങൾ അവിടെ പിടിച്ച് ഇവിടെ പിടിച്ച് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. സാർ വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ അടിയിൽ പിടിച്ചാൽ കാണാൻ പറ്റും സാർ. എന്താ ഇതിന്റെ അടിയിൽ പിടിച്ചിട്ടാണല്ലോ കാണുന്നത്. അതാണ് ഇവിടെയൊക്കെ പറഞ്ഞത്. ഓക്കെ, നമുക്ക് നിങ്ങളുടെ കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുകയാണ്. നിങ്ങൾ ട്രെയിൻഡ് ആണല്ലോ. നമ്മൾ ട്രെയിൻഡ് അല്ല, നിങ്ങൾ ട്രെയിൻഡ് ആണല്ലോ. ട്രെയിൻ ചെയ്ത ആൾക്കാർക്ക് പറയാമല്ലോ. നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക. കണ്ണ് കുട്ടിക്ക് കാണുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. ഒരു സംശയം വേണ്ട. ഈ സാധനങ്ങൾ അഴിച്ച് നിങ്ങളുടെ ആരുടെ കണ്ണിലും വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. അത് ചെയ്യൂ. ഇപ്പൊ സാറെ ഒരു മിനിറ്റ്, സാർ ഒന്ന് വാ. സാർ വന്നിട്ട് സാറിന്റെ കണ്ണിക്ക് ഒരു കാര്യം ഡോക്ടർ പറഞ്ഞ ഒരു എക്സ്ക്യൂസ് മീ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഭിത്തിക്ക് അപ്പുറം നിന്നിട്ട് ഏതെങ്കിലും ഒരു കാണിച്ചല്ലോ പറഞ്ഞല്ലോ. നിങ്ങളെല്ലാം ഒരു ചോദ്യം, ഒരൊറ്റ ചോദ്യം. സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഡോക്ടർ പറഞ്ഞത് താങ്കളെ പോലെ ഡോക്ടർ, താങ്കൾ ഏതിലാണ് ഡോക്ടറേറ്റ് ഏതിലുള്ളത്? ഞാൻ പറയാം. അല്ല, താങ്കൾക്ക് ഏതിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്? താങ്കൾ എന്റെ ക്വസ്റ്റ്യൻ, മൈ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. താങ്കൾക്ക് ഏതിലാണ് ഡോക്ടറേറ്റ് ഉള്ളത്? ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഞാൻ ആദ്യം തുടക്കത്തിൽ ഓക്കെ റൈറ്റ്. ദെൻ താങ്കൾ പറഞ്ഞത് ഒരു ഭിത്തിക്കപ്പുറം നിന്നാൽ പോലും ഇത് കാണാൻ കഴിയും എന്നാണ് താങ്കൾ പറഞ്ഞത്. യെസ്, പറ്റുമോ? ഈ അതിനപ്പുറം നിർത്തുക, ഇതിനപ്പുറം നിർത്തുക. ഇത് ട്രെയിനിങ്ങിലൂടെ നേടിയെടുക്കേണ്ട എബിലിറ്റിയാണ്. ഇവരുടെ അടുത്ത് ഇപ്പോൾ ചില കുട്ടികൾക്ക് കളർ മാത്രമേ കാണും, ചില കുട്ടികൾക്ക് നമ്പർ. അങ്ങനെയെങ്കിൽ ഈ പ്രസ് റിലീസിൽ പറയുന്ന ഒരു കാര്യം, ഇതിൽ പറയുന്ന ഒരു കാര്യം, വളരെ സ്ഥാപനത്തിൽ നിന്നും ആബയിൽ നിന്നും പഠിച്ചിറങ്ങിയ നിരവധി പേർ ഈ രാജ്യത്ത് വളരെ നല്ല രീതി അല്ലെങ്കിൽ വലിയ രീതിയിൽ പിന്നെ പ്രതിഭകളായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത്തരം പ്രതിഭകളെ നിങ്ങൾ കൊണ്ടുവരൂ. ഒരു ഭിത്തിക്ക് അപ്പുറത്ത് നിന്നും അവിടെ നിൽക്കട്ടെ, ഇപ്പോഴാൾ നിൽക്കട്ടെ, കാണിക്കൂ, നിങ്ങൾ കാണിക്കൂ. വേണ്ട, ഒന്നും വേണ്ട. മാസ്റ്റർ ആയിട്ടുള്ള ആരാ? ഇതിന്റെ മാസ്റ്റർ ആരാ? ഏത് സ്കൂളിൽ? എത്ര കാലം ഇതിന് ട്രെയിനിങ്? എത്ര കാലം? 6 months. പരീക്ഷയ്ക്ക് മാർക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എത്ര വ്യത്യാസം? എത്ര പെർസെന്റേജ് വ്യത്യാസം? എത്ര പെർസെന്റേജ് വ്യത്യാസം എന്ന് ചോദിച്ചു. SSLC എത്ര മാർക്ക് ഉണ്ടായിരുന്നു? SSLCക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? 80% വ്യത്യാസം എങ്ങനെയാണ്? +2നോ? ഇപ്പൊ +2നാണോ പഠിക്കുന്നത്? +2ലേക്ക് 12th ക്ലാസ്സിലേക്ക് പോവാണ് അല്ലേ? 92% ഉണ്ടായിരുന്നോ SSLCക്ക്? എത്ര വ്യത്യാസം വന്നിട്ട്? 80% 92 എന്ന് വന്നു കഴിഞ്ഞാൽ എത്ര വ്യത്യാസം വരും? ഇപ്പോഴത്തെ SSLC എഴുതാൻ തന്നെ കിട്ടുമോ?
എന്താണ് കുട്ടികളുടെ ഒരു പവർ എന്താണെന്ന് പറയും അല്ല മോനെ സ്കൂളിൽ മാർക്സ് ബെറ്റർ ആയി എന്ന് പറഞ്ഞില്ലേ? എത്ര ബെറ്റർ ആയി? ശരി, ഓക്കെ. ഒരു കാര്യം ചെയ്യാം. ഇതിന്റെ മാസ്റ്റർ ഉണ്ടാവുമല്ലോ. ഇതിന്റെ മാസ്റ്റർ ആരാണ്? ഈ കൂടെ ഇത് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യുന്ന ഒരാൾ അതാരാണ്? ഓക്കെ, താങ്കൾ ഈ ഭിത്തിക്ക് അപ്പുറം നിന്നിട്ട് ഇതിനപ്പുറം ഞങ്ങളുടെ വസ്തു കാണിക്കാം. പറയാൻ കഴിയും. ഞാനൊരു പ്രൊഫഷണൽ അങ്ങനെയല്ല. എന്തുകൊണ്ട്? അല്ല, എന്തുകൊണ്ട് അത് താങ്കൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് താങ്കൾ ആണ് ഇതിൽ ഏറ്റവും ബാധ്യസ്ഥനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കരുണീയനായിട്ടുള്ള വ്യക്തി താങ്കൾ തന്നെയാണ്. എന്തുകൊണ്ട് താങ്കൾ അത് ചെയ്യുന്നില്ല? ഞാൻ ഒരു കാര്യങ്ങളും പ്രദർശിപ്പിക്കാൻ ഒരു കാര്യം ചെയ്യാം. താങ്കളുടെ കണ്ണ് ഞങ്ങൾ കെട്ടാം. താങ്കളുടെ ഞങ്ങൾ കണ്ണ് കെട്ടാം. ഞങ്ങൾ കെട്ടാം. ഞങ്ങൾ കെട്ടാം. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ണ് കെട്ടുക എന്നുള്ളതല്ല. ഞാൻ ഒരു പ്രദർശനത്തിനും തയ്യാറല്ല. എന്തുകൊണ്ട്? എന്റെ കുട്ടികളാണ് പ്രദർശിപ്പിക്കേണ്ടത്. അല്ല, ഞാൻ പ്രദർശിപ്പിക്കണം. നിങ്ങൾ എന്തിനു ശരി, വാശിയുണ്ട്. ഇത്രയും കുട്ടികളെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇല്ല, ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. ഓക്കെ, ഒന്ന് കുറച്ചു നേരം ഇരുന്നിട്ട് കുട്ടികൾക്ക് ഒരു അല്പം സ്വസ്ഥത കൊടുത്തിട്ട് ഒന്ന് കഴിച്ചു നോക്കും. അത് താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? മാസ്റ്റർ എന്നുള്ള നിലയിൽ താങ്കൾക്ക് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ? അങ്ങനെ കാണിക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മതി, താങ്കൾ വേണമെന്നില്ല. ഈ കുട്ടികളല്ലാത്ത ആരെങ്കിലും കുട്ടികൾ വേണ്ട. കുട്ടികളെയാണ് പരിശീലിപ്പിക്കുന്നത്. അല്ല, കുട്ടികളെ പരിശീലിപ്പിക്കുന്ന മാസ്റ്റർ ഉണ്ടല്ലോ, ആ മാസ്റ്റർ കാണിച്ചാൽ മതി. മാസ്റ്റർക്ക് കാണിക്കില്ല. എന്തുകൊണ്ട്? ഞാനൊരു പ്രദർശകനല്ല. ഞാൻ ഒന്നും തന്നെ ശരി. അപ്പോൾ സ്വാതന്ത്ര്യം കൂടിയാണ്. അല്ല, അങ്ങനെ ശരി, അങ്ങനെ എങ്ങനെ സ്വാതന്ത്ര്യം വരും? ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോ ഒരു രണ്ട് കുട്ടികളെ കൂടെ നിങ്ങൾ നോക്കും. ശരി. കുറച്ച് ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ ബഹളം വയ്ക്കാതെ ഒരു അല്പം കോൺസെൻട്രേഷൻ ചെയ്യാൻ കുട്ടിക്ക് അവസരം കൊടുക്കും. നിങ്ങൾ ദയവ് ചെയ്തൊന്നിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം ഒന്ന് അല്പം ക്ഷമിച്ച കുട്ടിയെ ഒരു ക്ഷമയോടെ കാണാൻ ശ്രമിക്കും. അതായത് ഇത്രയും ബഹളം വെച്ച് കഴിഞ്ഞാൽ കുട്ടി പേടിക്കുന്നുള്ള വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കറിയേണ്ട ഒരു കാര്യം, ഒരു ഹൈ ജമ്പ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ അടുത്ത് അവിടെ നിന്ന് പേടിപ്പിക്കാനും അതേപോലെ ഏത് നിങ്ങൾ പേടിപ്പിച്ചത് ഒരിക്കലും നന്നായി ചെയ്യാനാവില്ല. എനിക്ക് വേണ്ട അല്പം കോൺസെൻട്രേഷൻ കുട്ടിക്ക് കിട്ടുക എന്നൊരു അവസരം ഒരു കാര്യം, ഇത് മാറ്റി വയ്ക്കുക. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കുട്ടിയുടെ കൈ കണ്ണ് പൊത്തിപ്പിക്കും. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ ഈ കുട്ടികളുടെ കണ്ണ് അല്ല, ഞാൻ തിരിച്ചു പറയട്ടെ സാർ. വളരെ സോഫ്റ്റ് ആയിട്ട്. അല്ല സാർ, ഞാൻ തിരിച്ചു പറയുന്നത്, സാറിന്റെ കർച്ചീഫ് ഉപയോഗിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചു സാർ കിട്ടു. അത് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ. എന്താ നമ്മളൊരാളെ തൊട്ട് പിടിക്കുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ചെറിയ കുട്ടികളല്ലേ, അവരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു. പ്ലീസ്, നിങ്ങൾ കർച്ചീഫ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് കിട്ടും. സാർ അങ്ങ് ഒന്നൂടാവാം. കർച്ചീഫ് ആരാണ്? ഒന്നുകൂടെ കുട്ടിയെന്ന് പറയട്ടെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള ഒരു പുസ്തകമോ വായിക്കാൻ പറ്റും. വായിക്കാനാണോ? ഒരു കാര്യം, താങ്കൾ പത്രക്കുറിപ്പ് തന്നെ വായിച്ചാൽ മതി. മലയാളം ഇംഗ്ലീഷ് ഏതാ വായിക്കുക? ചെറിയൊക്കെയാണ്. നോക്കരുത്. അതെ, നമ്പർ വായിക്കും മോനെ. കളർ മോൻ നല്ല ഫോക്കസ് ചെയ്തിട്ട് മെല്ലെ. ബാക്കിൽ നിന്നൊരു വായിക്കരുത് കേട്ടോ. ഡോക്ടർ സ്പെല് ചെയ്യുന്നുണ്ടോ? ശരിയല്ല. എത്ര സമയം വേണ്ടി വരും? മോനെ ബുദ്ധിമുട്ടുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നില്ല. സാരമില്ല. ഇതിലൊരു 007 ജെയിംസ് ബോണ്ട് നമ്പറാണ് കേട്ടോ. ജെയിംസ് ബോണ്ട് 007. അവിടെ ഓക്കെ,
ഒരു മിനിറ്റ് അവിടെ നിന്ന് വലിയ അക്ഷരങ്ങൾ അവർ വായിക്കും. അവിടെ നിന്ന് കണ്ണുകെട്ടിട്ട് വായിക്കും. ആ ശരി 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 പിടിച്ചോ, താത്തി പിടിച്ചോ, പിടിക്കായിട്ട് വായിക്കാം. ശരിക്കും ഫോക്കസ്, ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ടെൻഷൻ ഇല്ലാതെ നോക്കിയിട്ട് മോള് വായിക്കും. കുറച്ച് താഴ്ത്തി പിടിച്ചു. നിങ്ങള് എന്താ ഇപ്പൊ ചെയ്തേ? അത് നോക്കി വായിക്കുന്നത് അതിനൊരു എക്സ്ട്രാ സെൻസും വേണ്ട. നമുക്ക് അല്ല, ഞാൻ ട്രെയിനിങ്ങിന് പോയിട്ടില്ല കേട്ടോ. എന്റെ ജോലി അതല്ല. ഞാൻ കെട്ടി നോക്കി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കെട്ടിട്ട് ഞാൻ കണ്ടു, എനിക്ക് കാണാം. പഠിപ്പിക്കുക എന്ന ലക്ഷ്യമേ ഇല്ല. ഓക്കെ മാം, അങ്ങനെ ആരെയും ആരും പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കാതെ പ്ലീസ് അതിനൊന്നും ശ്രമിക്കരുത്. അല്ലല്ല, അങ്ങനെയൊന്നും ദയവ് ചെയ്ത് ആരും എന്റെ ആൾക്കാരല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു പത്രത്തിൽ എഴുതണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ട് പ്രൂഫ് വേണം. അതെ, ആയിക്കോട്ടെ, അവരോട് ചെയ്തോട്ടെ. നിങ്ങളൊരു കാര്യം ചെയ്യണ്ട. ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾസ് അതിന്റെ മുകളിൽ വെച്ചോളൂ എന്ന് പറയുന്നത്. പിന്നെ അതിന് അടിയിൽ കൂടെ കാണുന്നു എന്ന് പറയുന്നതിൽ എളുപ്പം അതല്ലേ? ഇങ്ങനെ വെച്ചിട്ട് ഗൂഗിൾസ് ഇതിന്റെ മുകളിൽ വെച്ച് കെട്ടുകയാണെങ്കിൽ ഇത് വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കും, ആർക്കും പരീക്ഷിക്കാം. അങ്ങനെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ. ഒരു കാര്യമില്ല, ഈ കുട്ടിയുടെ കണ്ണ് പതിയെ മെല്ലെ നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ കണ്ണടച്ചിട്ട് പിടിച്ചിട്ടാണെങ്കിൽ നമ്മൾ പോകണം. അല്ലാതെ ഈ സംഭവം കെട്ടിയിട്ടല്ല നമ്മൾ ഒരിക്കലും കാണിക്കേണ്ടത്. മറിച്ച് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കണമെങ്കിൽ നമ്മൾ ഇതല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ, അതായത് ഒന്നുമില്ലാതെ ഒരു വ്യക്തി, കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് കാണണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. മറിച്ച് അല്ലാത്തടത്തോളം ഇതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ ഒരു സെക്കൻഡ് ഒരു കാര്യം പറയാം. നിങ്ങൾ ആദ്യം പറഞ്ഞു ഈ ബ്ലൈൻഡ് വിഷൻ എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം, ഇത് വെറും ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രമാണ്. ഇഫ് ദാറ്റ് ഈസ് ദി കേസ്, മറ്റുള്ള എന്തൊക്കെ പ്രയോജനങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടായി എന്നുള്ളത് കാണിച്ചാൽ പോരെ. എന്തിനാ നിങ്ങൾ ഈ കുട്ടികളെ വെറുതെ കഷ്ടപ്പെടുത്തി ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് ഇത് കാണിക്കാനായിട്ട് ആർഗ്യുമെന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്തത്, അല്ലെങ്കിൽ ഒരിക്കലും നമ്മളത് ചെയ്യില്ല. പ്ലീസ്, ഈ പറഞ്ഞ ആർഗ്യുമെന്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും കോൺസെൻട്രേഷനും എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, മോനെ ഒന്ന് നോക്കിക്കാം. ചെയ്യാം. അല്ല, മോൻ ചെയ്തതല്ലേ? മോനെ ചെയ്യാം. ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഇപ്പൊ കുറെ നാള് പഠിച്ചതാരാ? മോള് ചെയ്തിട്ടുണ്ട്. ടെൻസ്ഡ് ആണെങ്കിൽ മാം, ടെൻസ്ഡ് ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും, അത്രേ ഉള്ളൂ. അത് അല്ലെങ്കിൽ നമുക്ക് ഇതൊരു പ്രശ്നമേ അല്ല. ആദ്യമായിട്ടൊക്കെ അല്ല മാം, നമ്മുടെ 3 മാസത്തെ കോഴ്സ് കഴിഞ്ഞാൽ ഇവര് റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നതോറും ഒരു സംശയമുണ്ട്, നമ്മുടെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് കോൺസെൻട്രേഷൻ, ആത്മവിശ്വാസം ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മവിശ്വാസം പഠിപ്പിക്കാൻ പറ്റുമോ മാം? ഓക്കെ, ആത്മവിശ്വാസം പഠിപ്പിക്കുകയല്ല, അത് കൂട്ടാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അവിടെ ഒരു കടലാസ് പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് ഫോക്കസ് ചെയ്തിട്ട് ആ കടലാസിന്റെ നിറം പറയാൻ പറ്റുമോ? സ്പെല്ലിംഗ് പറഞ്ഞാലും മതി, ചെറിയ കുട്ടിയാണ്. ഇതാ മാം പിടിക്കും. മോനൊന്ന് ഇവിടേക്ക് മുമ്പിൽ പിടിച്ചിട്ടുണ്ട്. അതിന്റെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ചിത്രമൊക്കെ ഉണ്ട്, എന്താണെന്ന് പറയാം. ഹൈറ്റ് പിടിക്കും. അത്ര അതാണ് അത് ഞങ്ങൾ പറഞ്ഞല്ല, നിങ്ങൾ തന്നെ എവിടെ പറഞ്ഞു എന്ത് തലക്ക് മുകളിൽ ചെയ്യുന്നു? കുറച്ച് മുകളിലേക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ എവിടെ വെച്ചാലും വായിക്കാൻ പറ്റും. സാർ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സയൻസ് റിവീൽ ചെയ്യണമല്ലോ. നിങ്ങൾ ഇതെല്ലാം പരീക്ഷണങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കും.
എന്നിട്ട് ഇതിന് കാഴ്ചയുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും. ഇതൊരു, ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു ചലഞ്ച് അല്ല. പ്ലീസ്, ഇതൊരു ചലഞ്ചോ ബഹളം ഉണ്ടാക്കലോ ഒന്നുമല്ല. എനിക്ക് ആവശ്യം ഒരു സയൻസ് റിവീൽ ചെയ്യൽ മാത്രമാണ്. ഇത് വെച്ചിട്ട് സാറൊന്ന് കെട്ടുവരും. അപ്പൊ നമ്മളുടെ സൈസിനല്ല ഉണ്ടാക്കുന്നത്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സാർ ഇനി ഗൂഗിൾസ് വെക്കാം. സാർ അതാ ഇനി എന്നിട്ടൊന്ന് ഗൂഗിൾസ് കൂടെ വെക്കാം. ഇപ്പൊ നമ്മൾ മുമ്പേ ഒന്ന് പരീക്ഷ രീതിയാണ്. ഒന്ന് പരീക്ഷിക്കും പ്ലീസ്. വെള്ളയെഴുത്തുള്ള ആളുകൾ തന്നെ വെള്ളയെഴുത്ത് വായിക്കാൻ പറ്റുന്ന ആളുകൾ സാർ കാഴ്ചയുണ്ടോ? സാർ ഇതേ ഇത് നമ്മൾ ഗൂഗിൾസ് വെക്കുന്നതിന്റെ പർപ്പസ്. സാർ ഒരു മിനിറ്റ് ഒന്ന് വെച്ചു. ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന് വ്യക്തമായ കാഴ്ചയുണ്ട്. ഇത് കാണുമ്പോൾ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ ഇടയിലൂടെ, അതായത് നമ്മുടെ കണ്ണിന്റെ രണ്ട് കൃഷ്ണമണികൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ സെന്ററിലൂടെ നമുക്ക് ദൃശ്യം സാധ്യമാകും. ശരി ശരി, അങ്ങനെ വെച്ചിട്ട് ഇത് ഗൂഗിൾസിലൂടെ ഇടുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ താങ്കളുടെ കണ്ണിൽ വരുന്ന എനിക്കറിയില്ല. ഇല്ല, ഇപ്പൊ പൂർണ്ണമായും ഇരുട്ടാണ്. തീർച്ചയായും നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കുട്ടിയെ നോക്കാം. ഓക്കെ സാർ, നമ്മൾ അങ്ങനെയാണ് ആദ്യം നോക്കിയത്. താങ്കൾ കണ്ടതാണ്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഗൂഗിൾസ് വെച്ചിട്ട് നമ്മൾ കണ്ടതാണ്. ഇനി ഒരു കാര്യം കൂടെ ചെയ്യാം. ഇവിടെ എവിടെയെങ്കിലും ഷൈജു ഒന്ന് ശ്രമിച്ചു നോക്കൂ. നമുക്ക് സർജിക്കൽ പ്ലാസ്റ്റർ വേണമെങ്കിൽ ഒട്ടിച്ച് പരീക്ഷിക്കാം. കാരണം കുട്ടിയുടെ കണ്ണിൽ പറിച്ചെടുക്കുമ്പോഴുള്ള വേദന ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. സർജിക്കൽ പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് നമുക്ക് പരീക്ഷിച്ച് കാണിക്കാം. റിപ്പീറ്റ്. ഇപ്പൊ നമ്മൾ ഈ ഗൂഗിൾസ് വെച്ചിട്ടാണ് നോക്കിയത്. നിങ്ങൾ കണ്ട കാര്യമാണ്, നിങ്ങൾ എല്ലാവരും കണ്ട കാര്യമാണ്. ഈ ഗൂഗിൾസ് വെച്ച് നമ്മൾ പരീക്ഷിച്ചിരുന്നു. അപ്പോഴും കുട്ടി സെൻസ് ചെയ്തിട്ടുണ്ട്. സാർ, ഒരാഴ്ച കൃത്യമായി ട്രെയിൻ ചെയ്ത് തരുന്ന കുട്ടി ഈ കാര്യങ്ങൾ സെൻസ് ചെയ്യും. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കൂടുതലായി സാധിക്കും. കാരണം പെൺകുട്ടികൾക്ക് ഇൻറ്റ്യൂഷൻ പവർ കൂടുതലാണ്. അതുകൊണ്ട് സാധിക്കും. ഒരു ബ്ലൈൻഡ് സ്കൂളുണ്ട് കോട്ടയത്തോളം. അവിടെയുള്ള കുറച്ച് കുട്ടികളെ നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യാം. ഓക്കെ, നല്ലൊരു ചോദ്യമാണ് സാർ. ഞാൻ എൻ്റെ ഒരു കാര്യം പറട്ടെ. ഓക്സിപിറ്റൽ ലോബിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ സയൻസ് കൂടി അറിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇരുന്നിട്ട് സംസാരിച്ചോട്ടെ. ഈ ഡെമോൺസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സാറിന് മറുപടി പറയാനായിട്ട് കൊടുക്കാം. അല്ല, അതൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി പറഞ്ഞോളൂ, കുഴപ്പമില്ല. ആ ചോദിച്ചതിന് ഉത്തരം ഒന്ന് പറഞ്ഞാൽ സാർ, വേറെ ഒന്നും. തീർച്ചയായിട്ടും ഞാനിപ്പോഴ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ. പക്ഷെ അദ്ദേഹം കുറച്ച് ഏജ്ഡ് ആണ്. ചെറിയ കുട്ടികളാണ്. 10ാം ക്ലാസ് വരെ, 5 വയസ്സ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ, 5 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ. അവിടെ മൊത്തം 39 പിള്ളേർ അത്രേ ഉള്ളൂ. അല്ല സാർ, ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കാം. എനിക്ക് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു. ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഉള്ള ഒരു അവസരത്തെ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു ഞാൻ. ഒരു സംശയമില്ല, നമുക്ക് അങ്ങനെ ഒരു പരീക്ഷണം നടത്താം. എന്റെ ഉറച്ച പ്രതീക്ഷ അതിൽ ചില കുട്ടികൾക്കെങ്കിലും, കാരണം റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആണ് കുട്ടിയെങ്കിൽ നമുക്കതിന് ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിഫേസിക് അനാലിസിസ് റിപ്പോർട്ട് എടുത്ത് റൈറ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള കുട്ടിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ചെയ്യാൻ സാധിക്കും. തീരെ പൂർവ്വമായിട്ടുള്ള ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. 1 രൂപ പോലും ഫീസ് മേടിക്കാതെ അങ്ങനെയുള്ള ഒരു 10 കുട്ടികളെ നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ പഠിപ്പിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യുക. 12 വയസ്സുള്ള പെൺകുട്ടികളാണെങ്കിൽ ഏറ്റവും നല്ലത്. നമുക്കതിന് എന്ത് രീതിക്കുള്ള സപ്പോർട്ടും ഞാൻ കൊടുക്കാം തീർച്ചയായിട്ടും. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം. കാരണം ഒന്നും കാണാത്ത ഒരു കുട്ടിക്ക് നമ്മൾ അറിയണം. സൂര്യപ്രകാശം ഒരിക്കൽ പോലും കാണാത്ത ഒരാളോട് സൂര്യപ്രകാശത്തെ പറയാൻ പറ്റില്ല. ചെറുതായിട്ട് കാഴ്ചയുള്ള കുട്ടികളുണ്ടാണ്, പൂർണ്ണമായിട്ട് കാഴ്ചയില്ല. എങ്കിൽ നല്ലത്. പിന്നെ അടുത്തൊരു പോയിന്റ് കൂടെ ഞാൻ പറയാം. ഇപ്പൊ കുറെ കാലം കാഴ്ചശക്തി ഉണ്ട്, ഒരു ആക്സിഡന്റിലൊക്കെ വന്നിട്ട് അങ്ങനെ സംഭവിച്ച ഒരാൾക്കാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം അവർക്ക് എന്താണ് നിറങ്ങളെന്ന് അറിയാം. അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഓക്കെ, അപ്പം ഒന്നും ഇന്ന് വരെ കാണാത്ത ഒരാളോട് നമുക്ക് കളറൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമം നടത്താൻ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു സയൻസ് ആണ്. ഞാൻ ഈ നമ്പർ അവിടുത്തെ ഹെഡ് മാസ്റ്റർക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുത്തു. അതുമല്ല സാർ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഓൾറെഡി പേരിപ്പോ പറയുന്നില്ല. അദ്ദേഹത്തെ നിങ്ങൾ പലരും അറിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത്. അദ്ദേഹം ഇപ്പൊ ട്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അടുത്ത ഒരു 2 മാസത്തിനിടയ്ക്ക് ഞാൻ വീണ്ടും ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ മിക്കവാറും അദ്ദേഹം നിങ്ങളോട് സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത്. മേ ബി 1-2 മാസം കൂടുതൽ എടുത്തേക്കാം. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്കൊരു പരീക്ഷണമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ടെൻഷൻ ആക്കില്ല എങ്കിൽ കവറിനകത്തിട്ട ഒരു സാധനം നമുക്ക് സെൻസ് ചെയ്യാൻ ശ്രമിക്കാം ഒരു കുട്ടിയെ കൊണ്ട്. നിങ്ങൾ ടെൻഷൻ ആക്കില്ല എങ്കിൽ, വെള്ളം വെക്കില്ല എങ്കിൽ എന്താ
നമ്മളുടെ കോഴ്സിന്റെ കാലാവധി 3 മാസം മുതൽ 1 വർഷം വരെയാണ്. കോഴ്സ് ഫീസ് 25,000 രൂപയാണ്. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കണ്ടിട്ടുണ്ട്, മാജിക് സ്ട്രീറ്റ് മാജിക്കിലൊക്കെ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. നമ്മൾ സ്ട്രീറ്റ് മാജിക്കിൽ പോകുമ്പോൾ ചില ആളുകൾ നമ്മൾ കൊടുക്കുന്ന രൂപ അത് എത്ര രൂപയാണെന്നുള്ളത് കൃത്യമായി പറയാറുണ്ട്. അതിനോട് ആ ചോദ്യത്തോടെ ഇത് മാജിക് ആണ് എന്ന് പറഞ്ഞാൽ അറിയില്ല സാർ. അതിന് ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാനാണ്. പ്രശസ്തനായുള്ള മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് തന്നെയാണ് ഈ വിഷയത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ചത്. അതെ, സ്വാഭാവികമായി അദ്ദേഹം പറയുന്നത് മാജിക് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഞാൻ അങ്ങേയറ്റം ബഹുമാനത്തോടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ആ കലാകാരനോട് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹം, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അദ്ദേഹം ഇതിന്റെ സയൻസിനെ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അദ്ദേഹം അത് മാജിക് ആയിട്ടാണ് കാണിക്കുന്നത്. അതൊരു ആർട്ടാണ്, ഇതൊരു സയൻസ് ആണ്. വളരെ ഏറ്റവും വലിയ വ്യത്യാസം. സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് സർ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, വളരെ കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡിയാണ് അതുള്ളത്. അതാണ് നമ്മൾ പരീക്ഷണവും ഡെമോൺസ്ട്രേഷനും തമ്മിൽ വ്യത്യാസം. പരീക്ഷണത്തിൽ കുട്ടിക്ക് ആദ്യം ഫെമിലറൈസ് ചെയ്യും, പരീക്ഷണ സാഹചര്യം ഇന്നതൊക്കെ വെച്ച് ചെക്ക് ചെയ്യണം. അങ്ങനെ ഫെമിലറൈസ് ചെയ്ത് 7 കുട്ടികളെ വെച്ചിട്ടുള്ള സ്റ്റഡി ഹ്യൂമൻ ഫിസിയോളജി ജേർണലിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് 2002 അതിൽ കോപ്പി സാറിന് തന്നിട്ടുള്ള മെറ്റീരിയലുണ്ട്. അതിൽ കൃത്യമായിട്ട് എവിഡൻസ് ഉണ്ട്. ആ വിഷനിലെ വ്യത്യാസം, ഈജിലുള്ള വ്യത്യാസം തന്നെ വളരെ പ്രകടമാണ്. നേരിട്ടുള്ള കാഴ്ചയും ബ്ലൈൻഡ് ഫോൾഡിലുള്ള കാഴ്ചയും വളരെ പ്രകടമാണ്. അപ്പം അത് മതി നമുക്ക്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി കേരളത്തിൽ ചില സ്റ്റഡി വേണം. അപ്പോൾ അതിനുള്ള സ്റ്റഡിക്ക് ഒരുപാട് കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്തരം ഒരു റിസർച്ചുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. അമേരിക്കയിൽ 1-2 ലാബുകളായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യാനുള്ള ശ്രമം. ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യത്തിലേക്ക് വീണ്ടും വരികയാണ്. താങ്കൾ തന്നെ പറഞ്ഞു ഒരു ഭിത്തിക്ക് അപ്പുറമുള്ള കാഴ്ചകൾ പോലും കാണാൻ കഴിയും എന്ന് പറഞ്ഞു. എങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് ഈ ഭിത്തിയുടെ അപ്പുറം നിന്നുകൊണ്ട് കണ്ണ് കെട്ടാതെ ആ ലെറ്ററോ അല്ലെങ്കിൽ കളറോ പറഞ്ഞാൽ മാത്രം മതി, സാധിക്കും. ആ സ്ക്രീനിന്റെ ബാക്കിൽ നിന്നിട്ടായാലും മതി, അത് മാത്രം മതി, ഒരു കണ്ണും കെട്ടണ്ട. ഇതിനുള്ള മറുപടി ഒന്ന് പറഞ്ഞോട്ടെ. ഞാനും ഈ സാറിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഞാനൊരു സയൻസ് കാണാൻ ശ്രമിക്കാം. സാർ ഇതിന്റെ സ്പിരിച്വാലിറ്റിയാണ് സംസാരിക്കുന്നത്. സാറ് പറയുന്നത് സ്പിരിച്വലി ഇത് പോസിബിൾ ആണ്, ഞങ്ങൾ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് ലോജിക്കലി നിങ്ങൾ ആലോചിക്കുന്ന പോലെ തന്നെ പോസിബിളായിട്ട് തോന്നുന്നു. ഇല്ലോജിക്കൽ ആ റൂമിനപ്പുറത്തുള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറയാം, ഇല്ലോജിക്കൽ എന്ന് ഞാൻ തോന്നിയിട്ട് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ചില സ്റ്റഡീസ് അതിനുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ കുട്ടികൾ ഈ ലെവലിൽ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ 1 വർഷത്തെ കോഴ്സിൽ ഇത് പോസിബിൾ അല്ല. ഇത്രയും എബിലിറ്റീസ് എടുത്തു വരും. ചെയ്തു കഴിഞ്ഞാൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അക്വയർ ചെയ്തെടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ എൻ്റെ മകളിൽ തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തി ഒരു തലയുടെ സൈഡിൽ അല്ലെങ്കിൽ മുകളിൽ കാർഡ് പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ID കാർഡ് വായിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ പേര് പോലും വായിക്കാൻ കഴിഞ്ഞില്ല, എന്തുകൊണ്ട്? അതല്ലെങ്കിൽ ബാക്കിൽ വെച്ചപ്പോൾ ഞാൻ തന്നെ ബാക്കിൽ ഒരു ഫോൺ 2 ഫോൺ കൊടുത്തു, അതിന്റെ കളർ പറയാൻ കഴിഞ്ഞില്ല, നമ്പർ വായിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ സ്ട്രൈറ്റ് നിന്നുകൊണ്ട് 2 ലെറ്റേഴ്സ് വായിച്ചു എന്നുള്ളത് സത്യമാണ്. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ കുട്ടികളായിട്ടുള്ള മജീഷ്യന്മാർ പോലും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ ആ വിഷൻ അല്ലെങ്കിൽ ബാക്കിൽ ഒരു നമ്മൾ ബാക്കിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലും അക്ഷരങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ കളർ തിരിച്ചറിയാനോ കഴിയുമോ ഇല്ലയോ? ലോക പ്രശസ്ത ന്യൂറോളജിസ്റ്റുകൾ വരെ ഇതിന് ഹൈപ്പോത്തിസേ പറഞ്ഞിട്ടുണ്ട്. റീസൺ എങ്ങനെയാണ് വിഷൻ പോസിബിൾ ആവുന്നത് അത് ചെക്ക് ചെയ്യണമെങ്കിൽ റേഡിയോ ലാബിലെ മെറ്റീരിയൽസ് ഇൻജെക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പാത്വേ കിട്ടണം. അത് പക്ഷെ അതുകൊണ്ടായിരിക്കാം അത് ഹൈപ്പോത്തിസിൽ നിൽക്കുന്നത്. ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൺക്ലൂഷൻ ആണ്. ഹൈപ്പോത്തിസിസ് ഓൺലി ഈസ് എ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ് ആണോ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനം? പരിപാടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്. യു ആർ എ ഡോക്ടർ. Can you ever call hypothesis a science? ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു നിഗമനമാണ്. അല്ല, നിഗമനമല്ല, നിഗമനവും ഊഹവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. You call yourself a doctor, then you should say, you cannot say hypothesis is science. ഹൈപ്പോത്തിസിസ് ആണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ടെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ബുദ്ധിമുട്ട്. ഇവിടെ എനിക്കും ചില ഹൈപ്പോത്തിസിസ് ആ പേപ്പറിൽ ആ സയന്റിഫിക് പേപ്പറിൽ കുറച്ച് ഹൈപ്പോത്തിസിസുകൾ എഴുതിയിട്ടുണ്ട്. സൊമാറ്റോ സെൻസേഷൻ ആയിരിക്കാമെന്ന് പറഞ്ഞത്. ഞാൻ സാഹചര്യ ചോദിച്ചേക്കാണ് മറുപടിയിരിക്കാണ് വരുന്നത്. സൊമാറ്റോ സെൻസ് നമുക്ക് തന്നെ സ്കിന്നിലേക്കുള്ള സെൻസേഷൻ കാണുന്ന ശരിയാണ്. തലയുടെ ഈ ഭാഗത്ത് സെൻസേഷൻ കുറവായിരിക്കും മുടിയൊക്കെ വരുന്നത്.
സെൻസേഷൻ കൂടുതൽ ഫേഷ്യൽ ഏരിയയിൽ ആയതുകൊണ്ടാവാം. അത് എൻ്റെ ഒരു കൺക്ലൂഷനാണ്, ഇത് ഹൈപ്പോത്തസിസ് ആണ്. ആവാം ഫ്രണ്ടിൽ വെക്കുമ്പോൾ ഈ വിഷൻ കൂടുതലായിട്ട്. ഞാൻ പറഞ്ഞു മോഡലത്ത് ഞാൻ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തു. കയ്യിൻ്റെ ഫിംഗറിൽ അക്ഷരങ്ങളിലൂടെ കൈ ഒടിച്ചാൽ ആൾക്ക് വായിക്കാൻ പറ്റും. അത് ബാക്കിൽ വെച്ചാലും ആൾക്ക് പറ്റും. അതെല്ലാ കുട്ടികളും കഴിഞ്ഞോളന്നില്ല. എങ്ങനെ ഇത് പ്രാക്ടീസാണ്. പ്രാക്ടീസിലൂടെ നമ്മൾ ധാരാളം വഴിയിൽ കൂടി നടന്നു പോകുന്ന അന്ധന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിസിക്കലി വിഷ്വലി ചലഞ്ചറായിട്ടുള്ള ആളുകൾ നമ്മൾ കാണുന്നുണ്ട്. അവർ കൃത്യമായി ഒരു ഒന്നുവടിയുടെ സഹായം പോലും ഇല്ലാതെ നിത്യമായ പ്രാക്ടീസിങ്ങിലൂടെ അവർ നടന്നു പോകുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പ്രാക്ടീസിങ് ആണോ ഏതെങ്കിലും? അതന്നെ ഞാൻ പറഞ്ഞത്. അവർക്ക് വിഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ജന്മന ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്ക് വിഷനെ കുറിച്ച് പറയും, ഞങ്ങൾ ഇന്ന കളർ കാണുന്നത് പറയാൻ ബുദ്ധിമുട്ടാണ്. ആക്സിഡന്റലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണ് നേരത്തെ ഞാൻ എക്സ്പെരിമെന്റ് കാണിച്ച അമേരിക്കൻ സയൻസിൽ വന്ന പേപ്പറിലുള്ളത്. അദ്ദേഹം ആക്സിഡന്റലി ബ്ലൈൻഡ് ആയതുകൊണ്ട് അയാൾക്ക് നേരത്തെ തന്നെ ഈ ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് അറിയാം. അപ്പോൾ അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നു ഇന്ന വഴിയിൽ ഇന്ന ഒബ്സ്റ്റക്കിളാണ് ഇരിക്കുന്നത്. അപ്പോൾ അയാളുടെ സൊമാറ്റോ സെൻസേഷൻ ഈസ് കൺവേർട്ടഡ് ഇൻ വിഷൻ. അത് ആ കേസിൽ സാധ്യമാണ്. ഞാൻ സാധാരണ എൻ്റെ കയ്യിൽ വരുന്ന തെറ്റുകളാണ് മലയാളത്തിലേക്ക് ഹൈപ്പോത്തസിസ് വരുമ്പോൾ ഫിസിക്സാണ് നിഗമനം. ഹൈപ്പോത്തസിസ് അതിൻ്റെ അടിയിലുള്ള അതിന്റെ ബേസിൽ സംശയം. അപ്പൊ ഇവിടെ ഞാൻ സംശയം പറയുന്നതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും അത് ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ ഇപ്പോഴും അത് ശാസ്ത്രമാണ്. അവിടെ ഞാൻ പറഞ്ഞു ഈ ഫിനോമിനൻ ഇപ്പോൾ അത് ഹൈപ്പോത്തിസിസ് ആണെങ്കിൽ അത് ശാസ്ത്രമാണ്. അതേയുള്ളൂ ഞാൻ പറഞ്ഞു. ഞാൻ അതിനകത്ത് തർക്കിക്കാൻ തയ്യാറല്ല. ഇല്ല, സാർ പറഞ്ഞ കറക്റ്റാണ്. ഈ ഫിനോമിനൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ പ്രൂവ് ഇല്ല. അത് ഹൈപ്പോത്തിസിസ് അല്ല. ഫിനോമിനൻ ഈസ് എക്സിസ്റ്റിംഗ്. ബട്ട് ഹൗ ഇറ്റ് ഈസ് പോസിബിൾ അതാണ് ഹൈപ്പോത്തിസിസ് ആയിരിക്കും. എങ്ങനെയാണ് നടക്കുന്നത്? കാണിക്കുന്ന ഫിനോമിനൻ മാജിക് ആണെന്നാണ് പറഞ്ഞത്. അല്ല, ഫിനോമിനൻ എക്സിസ്റ്റ് ചെയ്യുന്നു. 100% വിഷൻ ഈസ് പോസിബിൾ. ബട്ട് ഹൗ ഈസ് സർ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ അല്ല അതൊന്നും നമുക്കൊന്ന് ഒരു കുട്ടിയെ വെച്ചിട്ട് ഇല്ല, ഞാൻ പുള്ളി പറഞ്ഞ വാക്കിനകത്തുള്ള തർക്കം മാത്രമേ ഞാൻ പറഞ്ഞു. സാർ നമ്മുടെ മുമ്പേ പറഞ്ഞോളെ, ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ ഒരു ഫോക്കസും കോൺസെൻട്രേഷനും കൂട്ടിക്കൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലേ വേണമെങ്കിൽ കവറിനകത്തിട്ടൊരു ഇത് നോക്കാം, ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോഴും ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, താങ്കൾ മാസ്റ്റർ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായും ഇതിൽ അഗ്രഗണ്യനാകും. മാസ്റ്റർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ള ആൾ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത ആളാണ്. അപ്പോൾ താങ്കൾക്ക് ഇത് സമൂഹത്തിന് മുന്നിൽ താങ്കളെ സംബന്ധിച്ചും സമൂഹത്തിന് മുന്നിൽ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഈ സംശയം ദൂരീകരിക്കുന്നതിന് ഇതിലൂടെ കഴിയും. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ തന്നെ ഇത് ചെയ്ത് കാണിക്കാമോ എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. അതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. തുടക്കത്തിൽ വിശ്വസിച്ചില്ല, പക്ഷെ ഞാൻ ആ ഗ്ലാസ് വെച്ച് നോക്കിയപ്പോൾ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു, നമുക്കൊന്നും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അപ്പോഴും നമ്മുടെ സംശയം അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് ഇത് ചെയ്ത് കാണിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. സർ, ഞാൻ ഇപ്പൊ താങ്കൾ ചോദിച്ചതിന്റെ ഉത്തരം പറയാം. ഞാൻ എന്തെന്ന് പറയുന്നില്ല, ഞാനൊരു നല്ല പരിശ്രമത്തിലാണ്. തീർച്ചയായിട്ടും ലോകത്തിന്റെ മുമ്പിൽ ഒരു വലിയ കാര്യവുമായിട്ട് ഞാൻ മുമ്പിലേക്ക് വരുന്നു എന്നുള്ള ഞാൻ അതിന്റെ പരിശീലനത്തിലാണ്. ഞാൻ ശ്രമിക്കുന്നത് ഒരു വേൾഡ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ്. ഞാനത് ചെയ്ത് എല്ലാ പത്രക്കാരെയും വിളിച്ച് തന്നെയായിരിക്കും ഞാനത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഞാൻ ആ ഇതിലേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ ലോക റെക്കോർഡിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് തൽക്കാലം ഒരു പ്രദർശനവും ഇല്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. എനിക്ക് പറ്റില്ല എന്നല്ല. ഓക്കെ, ഇനിയും നിങ്ങളുടെ ഇതിനായിട്ട് വേണ്ടിയിട്ട് ഇപ്പം താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ഞാൻ പറഞ്ഞു, എനിക്കൊരു അല്പം സമാധാന അന്തരീക്ഷം കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇതിലും നന്നായിട്ട് കുറെ കാര്യങ്ങൾ കൂടി ചെയ്യും. ഒരു സംശയം വേണം, ഇപ്പൊ തന്നെ ചെയ്യും. ശരി, ഓക്കെ, നമുക്കൊന്ന് നോക്കാം. വേണോ വേണ്ടേ? വേണോ? ഞാനിവിടെ ഒരു കാർഡ് കാണിച്ചു നോക്കാം, പറയാൻ പറ്റുമോ നോക്കണേ. എന്താ പോയി പറയാൻ പറയും. ഫോക്കസ് ചെയ്ത് പറയാം. പറ്റുമെന്ന് ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത്
ഓക്കെ മോനെ, കളർ പറഞ്ഞത് കൃത്യമാണ്. ഓക്കെ, വേറൊരു കാർഡ് നിങ്ങളുടെ ടീം എല്ലാവരും ആ പുറകിലിരിക്കുന്നവരും അവർ നിങ്ങളൊന്നും മാറിക്കും. എല്ലാവരും മാറിക്കും, എല്ലാവരും മാറിക്കും, ചേട്ടൻ മാറിക്കും. ഇങ്ങോട്ട് വരാം, ഫ്രണ്ടിലോട്ട് വരാം. വേറൊരു സാധനം പഠിച്ചിട്ടുണ്ട്. പറയാൻ പറ്റുന്നുണ്ടോ? അതിന്റെ പുറകിൽ മൊത്തം വെള്ളമാണ്. മോനെ കാടല്ല, അതെന്താന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണ്. ഇതിനല്ലേ വിഷൻ എന്ന് പറയും. അതിനല്ലേ വിഷം എന്ന് പറഞ്ഞാൽ പോട്ടെ സാറല്ല അറിയാമോ? കട്ട് ചെയ്തോ ചേട്ടാ, ഇത്രയും മുന്നോട്ട് വന്നു. അതെപ്പോഴും ഞാൻ എങ്ങനെ പറയാം, സർജിക്കൽ പ്ലാസ്റ്റർ മേടിച്ച് നമുക്ക് പൊട്ടിക്കാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ കണ്ണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലല്ലോ, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതല്ലേ. നിർഭാഗ്യവശാൽ ഇന്ന് വരുമ്പോൾ എനിക്ക് കിട്ടാതെ പോയതുകൊണ്ട് മാത്രമാണ് അത് പറ്റിയത്. ആ കുട്ടി അങ്ങോട്ട് വന്നിട്ട് വസ്തു പിടിച്ചാൽ പറയാൻ കഴിയും. സാർ, ഞാൻ പറഞ്ഞില്ല, കുറച്ചൊന്ന് പ്രാക്ടീസ് ആവട്ടെ, ചെറിയ കുട്ടികളൊക്കെ നമുക്കിതൊക്കെ ചെയ്യാം. ഇതിപ്പോ നമ്മൾ തുടങ്ങിയ പ്രോഗ്രാം തുടങ്ങിയിട്ട് എത്ര ആളായി? ടോട്ടൽ എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്? താങ്കൾ തുടങ്ങിയിട്ട് ഞാനിപ്പോ 2 വർഷം ആവുന്നത്. 2013 ഒക്ടോബറിലാണ്. 1 വർഷത്തെ കോഴ്സാണോ സാധാരണ ഇത്? അല്ല, സാധാരണ 3 മാസമാണ്. എത്ര രൂപ ഫീസ് എത്രയാണ് വാങ്ങുന്നത്? 25,000. 25,000. പിന്നെ എല്ലാ മാസവും ഇപ്പം നമ്മൾ ഫോളോ അപ്പ് സെഷൻസ് കൊടുത്തു തുടങ്ങി. അത് കഴിഞ്ഞാൽ വീണ്ടും എത്ര കുട്ടികൾ ഇതുവരെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്? ഒരു 800-ലധികം കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും. ഞാനൊരു ഫസ്റ്റ് പഠിച്ചതിന് കളറൊന്ന് പറയാൻ പറ്റുമോ? സ്ക്രീനപ്പുറത്തല്ല സാർ, സ്ക്രീനപ്പുറത്തല്ല. അല്ല, ഇപ്പൊ സെയിം ചെയ്ത പോലെ വേറെ കുട്ടികളും ആ കുട്ടിയെ തന്നെ നിൽക്കും. കാരണം വേറൊരു കുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഓരോരുത്തരുടെയും ഇൻട്യൂഷൻ മാത്രമാണ്. ഓക്കെ, അടിച്ചോട്ടെ. അവിടെ എങ്ങനെ പിടിച്ചാലും കണക്ക് തന്നെയല്ലേ? ഓക്കെ, ഇത് അങ്കിൾ ശരിയാണോ അല്ലേ? ഓക്കെ. Okay, thank you. Strong. It's not white color. It's not a phone. It's a kitchen. It's not a white color. It's a kitchen. ഓക്കെ. കുട്ടിയെ വർഷം വേണ്ടി അല്ല. അല്ല, ഞാനതാ പറഞ്ഞത്, നമ്മളൊരു ശ്രമം മാത്രമാണ് നടത്തിയത്. ഓക്കെ, ഐ റിപ്പീറ്റ്, നമ്മളൊരു ശ്രമമാണ് നടത്തിയത്. ഈ ലെവലിലേക്കൊക്കെ മെല്ലെ എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ 2 കാര്യങ്ങൾ കുട്ടി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിഷേധിക്കാം. ഫോൺ ഒരു കോമൺ സാധനമാണ്. ഫോൺ നമുക്ക് സാധാരണ ഊഹിച്ച് വരാൻ പറ്റുന്ന സാധനമാണ്. ഓക്കെ, അത് നമ്മൾ സാധാരണ മജീഷ്യന്മാരെ ഇതിലും വലിയ കാണിക്കുന്നുണ്ടോ? ഒരു വസ്തു വേറെ കൂടുതൽ കുട്ടികളെ നമ്മൾ ആവശ്യമുണ്ടോ? നിങ്ങളൊന്ന് ചെയ്യിക്കും. ഞാൻ ഇനി അവരെ കുട്ടികളെ വിളിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ കുറെ കുട്ടികളെ ചെയ്തതല്ലേ, ഇനി അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ആ കുട്ടികളെ അല്ല സാറേ, അതല്ല, ഇനി കൂടുതൽ കുട്ടികളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ കുട്ടികളൊക്കെ വെച്ച് നമ്മൾ ചെയ്തതല്ലേ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ കുട്ടികൾ ഇപ്പോഴും നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല. നമുക്കിപ്പോഴും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്നതിന് മുമ്പ് ബഹളം സംഭവിച്ചത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് ചെയ്യിക്കാം. കുറച്ചുകൂടി കോൺഫിഡൻസോട് കൂടി കുട്ടികൾ ചെയ്യും. അതെ, നിങ്ങൾ അതിനുള്ളൊരു അവസരം തന്നാൽ മാത്രം മതി. കുട്ടികൾ അതെല്ലാം ചെയ്യാൻ തയ്യാറാണ്.
സാർ നിങ്ങളുടെ ഇല്ല ഞാൻ തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുട്ടികൾ വന്നാലും ഒരാഴ്ചത്തെ പരിശീലനം തന്നതിന് ശേഷം കുട്ടികളെ കൊണ്ട് പരിശീലിച്ച് ചെയ്യിക്കാൻ സാധിക്കുമെന്ന്. അപ്പൊ അതിന് ഫീസ് തരേണ്ടി വരുമോ? ഞങ്ങൾ കൊണ്ടുവരുന്ന കുട്ടികളെ ഒരാൾ സാമ്പിളായിട്ട്. ശരി ശരി. മീഡിയയ്ക്ക് വേണ്ടിയിട്ട് മീഡിയ പേഴ്സൺസ് ഓഫർ ചെയ്യുന്ന 12 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണ് എങ്കിൽ ഒരു ഫീസും തരാതെ തീർച്ചയായിട്ടും ആ കുട്ടിയെ പഠിപ്പിക്കാം. ആദ്യത്തെ ആഴ്ച തന്നെ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ കാണാം. 3 മാസത്തെ കോഴ്സിന് ശേഷം തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാം. അത് സാധ്യമാണ്.